എസ് വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിലബസിലെ പാർട്ട് ബി മൊഡ്യൂൾ 7 ഫിസിക്കൽ ജോഗ്രഫി എന്ന മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കായ സോളാർ സിസ്റ്റം ആൻഡ് പ്ലാനറ്റ് എന്ന ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ നമ്മളെ HSA സോഷ്യൽ സയൻസിൻ്റെ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിനെ കുറിച്ചും ക്ലാസ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കുക. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് 81 29 529 102 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ പേരും ജില്ലയും മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ HSA സോഷ്യൽ സയൻസിൻ്റെ ഒരു ടെലഗ്രാം ചാനലുണ്ട്. ആ ടെലഗ്രാം ചാനൽ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സിൻ്റെ ലിങ്കൊക്കെ അവിടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ സിലബസിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള സോളാർ സിസ്റ്റം ആൻഡ് പ്ലാനറ്റ് എന്ന ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത് ആദ്യമായി ജ്യോതിശാസ്ത്രം, അസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ആകാശഗോളങ്ങളെയും പ്രപഞ്ചത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ജ്യോതിശാസ്ത്രം, അസ്ട്രോണമി എന്ന് പറയുന്നത്. എന്താണ്? ആകാശഗോളങ്ങളെയും പ്രപഞ്ചത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷം 2009 ആണ്. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷം എന്നറിയപ്പെടുന്നത് 2009 ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1473 1543 AD കാലഘട്ടത്താണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. അപ്പൊ ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. പോളണ്ടുകാരനായ ഭൗമശാസ്ത്രജ്ഞനും ശാസ്ത്രജ്ഞനുമായിരുന്ന ആര്? കോപ്പർനിക്കസ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള പണ്ടുള്ള വിശ്വാസം കോപ്പർനിക്കസ് ഇതിനെ ചോദ്യം ചെയ്തു. അങ്ങനെ സൗരയൂഥത്തിന്റെ കേന്ദ്രം ആദ്യം എന്തായിരുന്നു? ഭൂമിയായിരുന്നു എന്നാണ് ആദ്യകാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നത്. ഈ ഒരു വിശ്വാസത്തെ കോപ്പർനിക്കസ് ചോദ്യം ചെയ്യുകയും അതിനെ തുടർന്നുകൊണ്ട് അദ്ദേഹം സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. അങ്ങനെ ആദ്യം ഉണ്ടായിരുന്ന വിശ്വാസം എന്തായിരുന്നു? സൗരയൂഥത്തിന്റെ കേന്ദ്രം ഭൂമി എന്നാണ്. എന്നാൽ കോപ്പർനിക്കസ് അദ്ദേഹം ഈ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നെന്ന് ആദ്യമായി വാദിച്ച ശാസ്ത്രജ്ഞനുമാരാണ്? കോപ്പർനിക്കസ് ആണ്. അങ്ങനെ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നെന്ന് ആദ്യമായി വാദിച്ച സയന്റിസ്റ്റ് ആണ് ആര്? കോപ്പർനിക്കസ്. കോപ്പർനിക്കസിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഓൺ ദ റെവല്യൂഷൻ ഓഫ് ദ സെലസ്റ്റിയൽ ബോഡീസ്. കോപ്പർനിക്കസിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. ഓക്കെ, ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഇനി നമ്മൾ ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ അതിന്റെ കുറച്ച് ഫാക്ട്സ് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് വരാഹമിഹിരനാണ്. വരാഹമിഹിരൻ. അദ്ദേഹം ഗുരുത്വാകർഷണത്തെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാതിരുന്ന കാലത്ത് ഭൂമിയിലേക്ക് വസ്തുക്കൾ പതിക്കുന്നതിന് അടിസ്ഥാനം ചില ബലങ്ങളാണെന്ന് അഭിപ്രായപ്പെട്ട ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്? വരാഹമിഹിരൻ. എങ്ങനെയാണ്? ഗുരുത്വാകർഷണത്തെ കുറിച്ച് ഒരു ധാരണയും അതിനെക്കുറിച്ചൊരു അറിവില്ലാതിരുന്ന കാലത്ത് ഭൂമിയിലേക്ക് വസ്തുക്കൾ പതിക്കുന്നതിന് അടിസ്ഥാനം ചില ബലങ്ങളാണ്, ചില ഫോഴ്സ് ആണ് എന്ന് അഭിപ്രായപ്പെട്ട ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്? നമ്മുടെ വരാഹമിഹിരൻ. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റെ കുലപതികളിൽ ഒരാളായി അദ്ദേഹം വിശേഷിക്കപ്പെടുന്നു. മാത്രമല്ല വരാഹമിഹിരന്റെ ബൃഹത് സംഹിത എന്ന ഗ്രന്ഥം ജ്യോതിശാസ്ത്രം, ജ്യോതിഷം, ഗണിതം തുടങ്ങിയ വിജ്ഞാന ശാഖകളുടെ ഗലിയാണ്. 100 അധ്യായങ്ങളിലായി 4000 ശ്ലോകങ്ങൾ ആ പ്രാചീന ഗ്രന്ഥത്തിലുണ്ട്. ഏതൊക്കെയാണ്? വരാഹമിഹിരന്റെ ബൃഹത് സംഹിത എന്ന ഗ്രന്ഥം ജ്യോതിശാസ്ത്രം, ജ്യോതിഷം, ഗണിതം തുടങ്ങിയ വിജ്ഞാന ശാഖകളുടെ ഖനിയാണ്. 100 അധ്യായങ്ങളിലായി 4000 ശ്ലോകങ്ങൾ ആ പ്രാചീന ഗ്രന്ഥത്തിലുണ്ട്. വിക്രമാദിത്യന്റെ സദസ്സിലെ നവരത്നങ്ങൾ ഒരാളായി പരാമർശിക്കപ്പെടുന്ന ആളാണ് നമ്മുടെ വരാഹമിഹിരൻ. ഓക്കെ, ഇനി അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് ഫാക്ട്സുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കാനാണത്. അത്ര പ്രധാനപ്പെട്ടതൊന്നുമല്ല. ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ആദിത്യദാസിന്റെ പുത്രനായിരുന്നു അദ്ദേഹം. AD 499 ജനിച്ച വരാഹമിഹിരൻ മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ് ജീവിച്ചിരുന്നത്. വരാഹമിഹിരൻ ജനിച്ചത് AD 505 വാദമുണ്ട്. അപ്പൊ ഒന്നും വലിയ പ്രാധാന്യം ഉള്ളതല്ല. കാളിദാസന്റെ സമകാലികനായ ശാസ്ത്രജ്ഞനാണ് ആര്? നമ്മുടെ വരാഹമിഹിരൻ. ഗുപ്തകാലത്ത് ഉജ്ജയിനിയുടെ സാംസ്കാരിക പ്രവാഹം ഉയർത്തുന്നതിൽ മുഖ്യ പങ്കാളിയായിരുന്നു വരാഹമിഹിരൻ. സൂര്യദേവനെ പൂജിച്ചിരുന്ന പിതാവ് ആദിത്യദാസ് ആണ് വരാഹമിഹിരന്റെ ജ്യോതിഷം അഭ്യസിപ്പിച്ചത്.
ചെറുപ്പത്തിൽ കുസുമപുരത്തിന്റെ ആര്യഭടനുമായി നടത്തിയ കൂടിക്കാഴ്ച ജ്യോതിഷം, ജ്യോതിശാസ്ത്രം ജീവിത ലക്ഷ്യമായി തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. പ്രധാന കൃതികൾ ഇത് പഠിച്ചു നോക്കുക: പഞ്ചസിദ്ധാന്തിക, ബൃഹത് സംഹിത, ബൃഹത് ജാതക. ഇതൊക്കെ വരാഹമിഹിരന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഏതൊക്കെയാണ്? പഞ്ചസിദ്ധാന്തിക, ബൃഹത് സംഹിത, ബൃഹത് ജാതക. ഇത് പ്രധാനപ്പെട്ടതാണ്. ഇനി പ്രപഞ്ചം, യൂണിവേഴ്സ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രപഞ്ചം, യൂണിവേഴ്സ്. ഇവിടെ നമുക്ക് കുറച്ച് ഫാക്ട്സുകൾ നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ സിലബസിൽ പറയുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് പഠിച്ചു വെക്കണം. കോടാനക്കോടി നക്ഷത്ര സമൂഹങ്ങളും ഗ്രഹങ്ങളും വാൽനക്ഷത്രം, ചിഹ്നഗ്രഹങ്ങളും പൊടിപടലങ്ങളും ചേർന്ന അത്ഭുത പ്രതിഭാസമാണ് ഇത് പ്രപഞ്ചം. ഈ ഒരു ഡെഫിനിഷൻ ഇവിടെ നിർത്താണ്. 5ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ. പ്രപഞ്ചത്തെക്കുറിച്ച് 5ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. കോടാനക്കോടി നക്ഷത്ര സമൂഹങ്ങളും ഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും ചിഹ്നഗ്രഹങ്ങളും പൊടിപടലങ്ങളും ചേർന്ന അത്ഭുത പ്രതിഭാസമാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത്. പ്രപഞ്ചോൽപത്തി, വികാസം എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖയാണ് കോസ്മോളജി. പ്രപഞ്ചോൽപത്തി, വികാസം എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഇത് കോസ്മോളജി എന്ന് പറയുന്നത്. പ്രപഞ്ചം വികസിക്കുകയാണെന്നുള്ള സിദ്ധാന്തം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ബെൽജിയൻ പുരോഹിതനാണ് ആര്? ജോർജ് ലെയ്മത്രെ. ജോർജ് ലെയ്മത്രെ അദ്ദേഹം പറഞ്ഞപ്പോൾ പ്രപഞ്ചം വികസിക്കുകയാണ് അത്രേ എന്നൊക്കെയാണ് പറയാം. ഒരു കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പം പ്രപഞ്ചം വികസിക്കുകയാണ് അത്രേ അങ്ങനെ പറയല്ലേ. അപ്പൊ അവിടെ ജോർജസ് ലെയ്മത്രെ അദ്ദേഹം പറഞ്ഞാണ് എന്ത്? പ്രപഞ്ചം വികസിക്കുകയാണ് അത്രയെന്ന്. അപ്പോൾ പ്രപഞ്ചം വികസിക്കുകയാണെന്ന സിദ്ധാന്തം ആദ്യമായി മുന്നോട്ട് വെച്ച ബെൽജിയൻ പുരോഹിതനാണ് ആര്? ജോർജസ് ലെയ്മത്രെ. ഓക്കെ, ആ ലെയ്മത്രെ ഒക്കെ വെച്ചിട്ട് പ്രപഞ്ചം വികസിക്കുകയാണ് അത്രേ എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കുക. ഓക്കെ, അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രപഞ്ച രൂപീകരണത്തെ കുറിച്ച് പഠിക്കാൻ നിർമ്മിച്ച ബൃഹത്തായ ഒരു ഉപകരണമാണ് ഇത് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ, LHC. ഇതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ സോൺ ജനീവയാണ്. സ്വിറ്റ്സർലാൻഡിലെ സോണിലെ ജനീവയാണ് ഇതിന്റെ ആസ്ഥാനം. പ്രപഞ്ച രൂപീകരണത്തെ കുറിച്ച് പഠിക്കാൻ നിർമ്മിച്ച ബൃഹത്തായ ഒരു ഉപകരണമാണ് ഇത് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ. അപ്പൊ ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. പഠിച്ചു നോക്കുക. പ്രപഞ്ചത്തിൽ ഏറ്റവും അകലെയായി കണ്ടെത്തിയിട്ടുള്ള വസ്തുക്കളാണ് ഇത് ക്വാസറുകൾ. പ്രപഞ്ചത്തിൽ ഏറ്റവും അകലെയായി കണ്ടെത്തിയിട്ടുള്ള വസ്തുക്കളാണ് ഇത് ക്വാസറുകൾ എന്ന് അറിയപ്പെടുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ രണ്ടാമുള്ളത് ഹീലിയം. നമ്മൾ പീരിയോഡിക് ടേബിൾ ഹൈഡ്രജൻ ഹീലിയം എന്ന് പറഞ്ഞാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണ് ഇത് ഹീലിയം. ആകാശത്തിലെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ കെപ്ലറാണ്. ആരാണ് ആകാശത്തിലെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത്? കെപ്ലറാണ്. കോപ്പർനിക്കസ് അല്ല, ഗലീലി അല്ല. ആരാണ് ആകാശത്തിലെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത്? കെപ്ലർ. ഓക്കെ, ഗ്രഹങ്ങളുടെ ചലന നിയമം ആവിഷ്കരിച്ചതും ആരാണ്? കെപ്ലറാണ്. ഗ്രഹങ്ങളുടെ ചലന നിയമമൊക്കെ ആവിഷ്കരിച്ചതും കെപ്ലറാണ്. കെപ്ലറുടെ കൃതിയാണ് ഹാർമണീസ് ഓഫ് ദ വേൾഡ്. ഹാർമണീസ് ഓഫ് ദ വേൾഡ് ആരുടെ കൃതിയാണ്? കെപ്ലറുടെ കൃതിയാണ്. അപ്പൊ ഇത് പഠിച്ചു നോക്കുക, സ്റ്റേറ്റ്മെന്റിൽ വരാം. സൗരയൂഥം ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹമാണ് ഇത് ഗാലക്സി. ക്ഷീരപഥം, മിൽക്കി വേ എന്നൊക്കെ അറിയപ്പെടുന്നത്. അങ്ങനെ സൗരയൂഥം ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹമാണ് ഇത് നമ്മുടെ ഗാലക്സി, ക്ഷീരപഥം, മിൽക്കി വേ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? സൗരയൂഥം ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹമാണ് ഇത് ക്ഷീരപഥം. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്കാണ് നമ്മൾ വരുന്നത്. പ്രപഞ്ചം വികസിക്കുകയാണെന്ന് കണ്ടെത്തിയ ആളാരാണ്? എഡ്വിൻ ഹബിൾ ആണ്. പ്രപഞ്ചം വികസിക്കുകയാണെന്ന് കണ്ടെത്തിയത് എഡ്വിൻ ഹബിൾ 1929. 1929. അപ്പൊ ഈ ഒരു നിങ്ങൾ നോക്കുക, 1929 ഏകദേശം ഒരു 95 വർഷങ്ങളായിട്ടുള്ള എന്ത് പ്രപഞ്ചം വികസിക്കുകയാണെന്ന് കണ്ടെത്തിയിട്ട്, അല്ലെ? ഒരു 100 വർഷം പോലും ആയിട്ടില്ല. പ്രപഞ്ചം വികസിക്കുകയാണെന്ന് കണ്ടെത്തിയത് എഡ്വിൻ ഹബിൾ 1929. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം നിർണ്ണയിക്കാനുള്ള യൂണിറ്റ് ആണ് ഇത് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അല്ലെ, സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്. ഇപ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം എത്ര കിലോമീറ്റർ ആണ്? എത്ര കോടി കിലോമീറ്റർ ആണ്? അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് അടുത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെ? അപ്പോൾ സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം നിർണ്ണയിക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് ഇത് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അല്ലാതെ ലൈറ്റ് ഇയർ അല്ല. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, നമ്മളത് പഠിക്കുന്നുണ്ട്. സൂര്യനും ഭൂമിയും തമ്മിൽ എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്? സൂര്യനും ഭൂമിയും തമ്മിൽ ഏകദേശം 15 കോടി കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ആര്? സൂര്യനും നമ്മുടെ ഭൂമിയും തമ്മിൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് കാണുന്ന നമ്മുടെ ഭൂമിയും
ചന്ദ്രനും തമ്മിലുള്ള കിലോമീറ്റർ ഡിസ്റ്റൻസ് എത്രയാണ്? അത് ഏകദേശം 3,84,000 കിലോമീറ്റർ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കുക, ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി അകലം, അതായത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള അകലത്തെയാണല്ലോ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം ഏതാണ്ട് 15 കോടി കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഇവിടെ അപ്ഹീലിയൻ പെരിഹീലിയൻ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സൂര്യനും ഭൂമിയും അടുത്ത് വരുന്നതും അകന്നു വരുന്നതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് സീസൺ ആൻഡ് ടൈം എന്ന് പറയുന്ന ഭാഗത്തൊക്കെ. അപ്പൊ അവിടെ അപ്ഹീലിയൻ ആകുമ്പോൾ ഏകദേശം എത്ര ഡിസ്റ്റൻസ് ആണ്, പെരിഹീലിയൻ ആകുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്ഹീലിയൻ ഏത് മാസമാണ്, ഏത് ദിവസം, പെരിഹീലിയൻ ഏത് മാസമാണ് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്കതൊക്കെ മാപ്പ് ഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് പഠിച്ച് മനസ്സിലാക്കാം അല്ലെ. ഭൂമിയുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ അത് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയത് ഇറാത്തോസ്തനീസ് അല്ലെ. ആ ഒരു പേരിനെ നിങ്ങൾ നോക്കുക, ഭൂമിയുടെ ചുറ്റളവ് ആകെ ഒരു ചുറ്റി പിണഞ്ഞു കിടക്കുന്ന ഒരു പേരുമാണ് ഇറാത്തോസ്തനീസ് അല്ലെ. അപ്പൊ ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായിട്ട് കണക്കാക്കിയ ആളാണ് ആര്? ഇറാത്തോസ്തനീസ് ആണ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയത്. അദ്ദേഹത്തിന്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? ഗലീലിയോ ഗലീലി. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരാം. ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? നമ്മുടെ ഗലീലിയോ ഗലീലി, ഇറ്റലിക്കാരനായ ഗലീലിയോ ഗലീലി. പ്രപഞ്ച നിരീക്ഷണത്തിന് ആദ്യമായി ദൂരദർശിനി ഉപയോഗിച്ചത് ആരാണ്? ഗലീലിയാണ്. അദ്ദേഹത്തിന്റെ ആ ചിത്രത്തിൽ കണ്ടില്ലേ ദൂരദർശിനിയായിട്ട് നിൽക്കുന്നത്. പ്രപഞ്ച നിരീക്ഷണത്തിന് ആദ്യമായി ദൂരദർശിനി ഉപയോഗിച്ചത് ആരാണ്? ഗലീലിയോ ആണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കുക, സ്റ്റേറ്റ്മെന്റിൽ ചോദ്യങ്ങൾ വരാം. ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ടോളമിയാണ്. ഇനി വരുമ്പോ ഭൗമകേന്ദ്ര സിദ്ധാന്തം. എന്താണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം? അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സൗരയൂഥത്തിലെ കേന്ദ്രം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമിയാണെന്നൊരു സിദ്ധാന്തം ഉണ്ടായിരുന്നു പറഞ്ഞു. എന്നാൽ ഈ സിദ്ധാന്തം തെറ്റാണെന്ന് ആര് തെളിയിച്ചു? നമ്മുടെ കോപ്പർനിക്കസ് അതിനെ തെളിയിച്ച് സൂര്യനാണ് ഇതിന്റെ സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്ന് അവിടെ അദ്ദേഹം ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ശരിക്കാരാണ്? ടോളമിയാണ്. അൽമജസ്റ്റ എന്ന കൃതി ആരുടേതാണ്? ടോളമിയുടേതാണ് കേട്ടോ. അൽമജസ്റ്റ് എന്ന കൃതി ആരുടേതാണ്? ടോളമിയുടേതാണ്, മാറാൻ പാടില്ല. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഹാൻസ് ലിപ്പർഷയാണ് കേട്ടോ. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലി ആണോ? അല്ല, ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഹാൻസ് ലിപ്പർഷയാണ്. 1608 ഹാൻസ് ലിപ്പർഷെ. ഇനി പ്രപഞ്ച രൂപീകരണ സിദ്ധാന്തങ്ങളാണ്. നമ്മുടെ പ്രപഞ്ച രൂപീകരണവുമായി ബന്ധപ്പെട്ട് 3 സിദ്ധാന്തങ്ങളാണ് നിലവിലുള്ളത്. ഒന്ന് ബിഗ് ബാങ് തിയറി, രണ്ടാമത്തത് പൾസേറ്റിംഗ് തിയറി, മൂന്നാമത്തത് സ്റ്റഡി സ്റ്റേറ്റ് മോഡൽ. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ബിഗ് ബാങ് തിയറി എന്നുള്ളത്? ഒന്ന് മഹാവിസ്ഫോടന സിദ്ധാന്തം, രണ്ടാമത്തത് സ്പന്ദന സിദ്ധാന്തം, മൂന്നാമത്തത് സമനില സിദ്ധാന്തം എന്നുള്ളതാണ്. ഇത് ഓരോന്നും പഠിച്ചു വെക്കണം. ഇതിന്റെ പ്രധാനമായിട്ട് ഈ സിദ്ധാന്തങ്ങളൊക്കെ ആരാണ് മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുക, മഹാവിസ്ഫോടന സിദ്ധാന്തം ആരാണ്? ജോർജ് ഗാമോ, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായ റാൽഫ് ആൽഫറും. ഇപ്പൊ ഒരു സ്ഫോടനമൊക്കെ ഉണ്ടാകുകയെന്നുണ്ടെങ്കിൽ അതിൽ എന്താണെങ്കിലും നമ്മൾ കെമിസ്ട്രി ഒക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ അതിൽ ഗാഫാകിരണങ്ങൾ, ഗാമ, ആൽഫാകിരണങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവേണ്ടതാണ് അല്ലെ. അപ്പോ നിങ്ങൾ നോക്കുക, ഈ ഗാമ ആൽഫ മഹാവിസ്ഫോടനം, സ്ഫോടനം ഉണ്ടാകുന്നതിന് ഒരു ഗാമ ആൽഫ അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുക. ഇപ്പൊ ജോർജ് ഗാമോ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായ റാൽഫ് ആൽഫറും ചേർന്നാണ് എന്ത് കൊണ്ടുവന്നത്? മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പോ ഗാമ ആൽഫ എന്ന് കണക്ട് ചെയ്യുക. സ്ഫോടനത്തില് പിന്നില് ഗാമയും ആൽഫയും, അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടായപ്പം ഗാമാകിരണങ്ങൾ ആൽഫാകിരണങ്ങളൊക്കെ പുറത്തു വന്നു എന്നുള്ളതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുക നോക്കുക. ഇനി സ്പന്ദന സിദ്ധാന്തം ആരാണ് ഉപജ്ഞാതാവ്? എഡിങ്ടൺ. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ സ്പന്ദനം ടിക് ടിക് ടിക്, നമ്മുടെ ഹൃദയമൊക്കെ ഇങ്ങനെ ഇടിക്കൂലേ, ടിക് 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 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ടിക് ടിങ്, ആർതർ എഡിങ്ടൺ. സ്പന്ദനം, എഡിങ്ടൺ, ഒരു സ്പന്ദനം പോലെയുള്ള പേര്, ആർതർ എഡിങ്ടൺ എന്നൊക്കെ. അപ്പൊ ആ സ്പന്ദനം എഡിങ്ടൺ, ആ ടിക് ടിക്, നമ്മുടെ ഹൃദയം ഇടിക്കുന്ന സ്പന്ദനത്തിന്റെ ശബ്ദത്തിന്റെ പോലെ ഉണ്ട് എന്ത്, അതിന്റെ ആ പേര് എഡിങ്ടൺ, ടിക് ടിക്. അതൊക്കെ നോക്കുക. ഈ ഒരൊറ്റ 2 പ്രാവശ്യം ഒന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ത്. പിന്നെ എന്തായാലും ഈ ചോദ്യങ്ങളും അതിന്റെ ആൻസറൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഇത് വരുമ്പോൾ എന്തായാലും ഓർമ്മ വരും. അതാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു കണക്ട് ചെയ്യുമ്പോൾ ഉള്ള സംഭവങ്ങൾ, അല്ലാതെ ഇതിൽ നിന്നും വലിയ ഒരു കാര്യമായിട്ട് വരുന്നൊന്നുമില്ല. ഇപ്പോൾ പല ആളുകൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരു പുസ്തകം നമ്മൾ കാണാതെ പഠിക്കണം, അല്ലെങ്കിൽ അത് ഒരു വിഷയം നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് കുറേ പ്രാവശ്യം ബൈഹാർട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. അവർ പറയുന്ന ഒരു കാര്യം എന്താണ്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും അത് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ ബ്രെയിനിൽ അത് നിൽക്കും എന്നുള്ളതാണ്. അല്ലാത്തതൊക്കെ മറന്നു പോകും അല്ലെ, നമ്മൾ മനുഷ്യന്മാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
നമുക്ക് ഇങ്ങനെയുള്ള ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു വിഷയം അതെങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മുടെ ജീവിതവുമായിട്ട് നിത്യജീവിതവുമായിട്ട് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ അത് പഠിച്ചു നോക്കാൻ പറ്റും, ആ ഓരോ അതിന് നമ്മൾ കോഡുകൾ എന്നൊക്കെ പറയും, അങ്ങനെ ഓരോന്ന് സ്വന്തമായിട്ട് കണ്ടെത്താൻ പറ്റുമോ നോക്കുക. അപ്പൊ എന്ത് ചെയ്യും, അത് അവിടെ നമ്മുടെ ബ്രെയിനിൽ അവിടെ നിലനിൽക്കും. അപ്പൊ സ്പന്ദനം, ടിങ് ടങ്, എഡിങ്ടൺ അല്ലെ, മഹാവിസ്ഫോടനം, ഗാമ, ആൽഫ, നമ്മളൊക്കെ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ഗാമ കിരണങ്ങൾ, ആൽഫ കിരണങ്ങൾ എന്നൊക്കെ പറഞ്ഞത്. ഇതൊക്കെ ഈ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നത് അല്ലെ. പിന്നെ സമനില സിദ്ധാന്തം, സ്റ്റഡി സ്റ്റേറ്റ് മോഡൽ, ആരാണ്, ഹെർമൻ ബാൻഡിയും തോമസ് ഗോൾഡും. ഇതിപ്പോ എങ്ങനെയാ നമ്മൾ പഠിക്കുക, സമനില സിദ്ധാന്തം, ഹെർമൻ ബാൻഡി, തോമസ് ഗോൾഡ്. എങ്ങനെ കൊണ്ടുവരാൻ പറ്റും ഈ ഹെർമൻ ബാൻഡിയും തോമസ് ഗോൾഡും? ഇപ്പോ ബാൻഡി എന്നുള്ളത് ബ്രാൻഡി ആക്കുക, ഗോൾഡ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിയുടെ പേരാണ് ഗോൾഡ് അല്ലെ, ഗോൾഡ് ബ്രാൻഡി. ഗോൾഡ് ബ്രാൻഡി കുടിച്ചിട്ട് എന്ത് ചെയ്യാണ്, സമനിലേക്ക് ആകെ തെറ്റി അല്ലെ. അപ്പൊ അതൊന്ന് ഈ ഗോൾഡ്, ഹെർമൻ ബാൻഡിയും തോമസ് ഗോൾഡും, നമുക്ക് അതിലവിടെ ബാൻഡിയും ഗോൾഡും മാത്രം മതി. അപ്പോൾ ഹെർമൻ ബാൻഡിയാണ് ബ്രാൻഡി, തോമസ് ഗോൾഡ് ഗോൾഡ് അല്ലെ. അതൊക്കെ പഠിക്കാൻ വേണ്ടി പറയുന്ന എന്താണ് ബാൻഡി. അപ്പൊ ഗോൾഡ് ബ്രാൻഡി കുടിച്ചിട്ട് സമനില തെറ്റി. ഏതാണ്, ഗോൾഡ് ബ്രാൻഡി കുടിച്ചിട്ട് സമനില തെറ്റി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, സമനില സിദ്ധാന്തം. ആരാണ്, ഹെർമൻ ബാൻഡിയും തോമസ് ഗോൾഡും. എന്ത് ബ്രാൻഡിയാണ്, ഗോൾഡ് ബ്രാൻഡി കേട്ടോ. ഗോൾഡ് ബ്രാൻഡി കുടിച്ചപ്പോ ആകെ സമനിലേക്ക് ആകെ തെറ്റി. ടിങ്ടൺ സ്പന്ദനം, ഗാമ ആൽഫ സ്ഫോടനം. ഇനി ഇത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഇത് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ആദ്യം എന്താണ് മഹാവിസ്ഫോടന സിദ്ധാന്തം, ബിഗ് ബാങ് തിയറി. ആദിയിൽ അതിസാന്ദ്രതയിൽ ഘനീഭവിച്ച പ്രപഞ്ചം പദാർത്ഥം ശക്തമായ മർദ്ദത്താൽ പൊട്ടിത്തെറിച്ച് ഇന്നുള്ള പ്രപഞ്ചം വിന്യാസം സംഭവിച്ചത് എന്നാണ് ബിഗ് ബാങ് തിയറി. എന്താണ്, ആദിയിൽ അതിസാന്ദ്രതയാൽ ഘനീഭവിച്ച പ്രപഞ്ച പദാർത്ഥം ശക്തമായ മർദ്ദത്താൽ പൊട്ടിത്തെറിച്ച് ഇന്നുള്ള പ്രപഞ്ച വിന്യാസം സംഭവിച്ചതെന്നാണ് ബിഗ് ബാങ് തിയറി. ഓക്കെ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പോ ഫിസിക്കൽ സയൻസിന്റെ ക്ലാസ് അല്ലല്ലോ, സോഷ്യൽ സയൻസ് ആണ്. അപ്പോ എന്നാൽ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, പ്രപഞ്ചോൽപത്തിയെ കുറിച്ചുള്ള പ്രധാന സിദ്ധാന്തമാണിത്, മഹാവിസ്ഫോടന സിദ്ധാന്തം. ഓക്കെ, ആരാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം, ഗാമ ആൽഫട്ടോ. ഓക്കെ, മഹാവിസ്ഫോടനം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആരാണ്, ഫ്രെഡ് ഹോയലാണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഈ പദം ആദ്യം ഉപയോഗിച്ചത് ആരാ, അതൊക്കെ വരാം അല്ലെ. അപ്പോ കൺഫ്യൂഷൻ വരും. ഇപ്പൊ ഒരു സ്ഫോടനമൊക്കെ ഉണ്ടാകുമ്പോ ഇവിടെ സ്ഫോടനം ഉണ്ടായിട്ട് എന്നൊക്കെ ഒരാൾ വിളിച്ചു പറയാണ്, ഫ്രെഡ് ഹോയൽ, ഹോയ് എന്നൊക്കെ പറഞ്ഞ ആകെ ശബ്ദമൊക്കെ ഉണ്ടാക്കി അലറി വിളിക്കുകയാണ്, ഹോയ് ഹോയ് എന്നൊക്കെ പറയുന്നത്. ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യാണ്, വലിയൊരു ശബ്ദം ഉണ്ടാക്കുകയാണ്, ഹോയൽ. അപ്പൊ നമുക്ക് ആ ഹോയ് ഹോയ് എന്നൊക്കെയുള്ള ശബ്ദം ഉണ്ടാക്കി എന്നൊക്കെ എന്ത് ചെയ്യാം, മഹാവിസ്ഫോടനം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്, ഫ്രെഡ് ഹോയലാണ്. ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഫ്രെഡ് ഹോയൽ. അപ്പൊ എങ്ങനെയാണ് കണക്ട് ചെയ്തത്, ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാണ്, ഹോയ് ഹോയ് എന്നൊക്കെ പറഞ്ഞ ആകെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് വിളിച്ചു കൂവുകയാണ്. അപ്പോ മഹാവിസ്ഫോടനം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്, ഫ്രെഡ് ഹോയലാണ്. ഓക്കെ, അതാ ഫ്രെഡ് ഹോയലിന്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന്റെ മുഖ്യ പ്രയോജകർ ആരൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആരൊക്കെയാണ്, ജോർജ് ഗാമോയും അതുപോലെ തന്നെ റാൽഫ് ആൽഫറും ആണെന്ത്, നമ്മുടെ മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന്റെ പ്രധാന പ്രയോജകർ. ആരൊക്കെയാണ്, ജോർജ് ഗാമോയും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായ റാൽഫ് ആൽഫറും. ഓക്കെ ആണല്ലോ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഈ മഹാവിസ്ഫോടനം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആളാരാണ്, അത് ഫ്രെഡ് ഹോയലാണ്. ഇതിന്റെ മുഖ്യ പ്രയോജകർ, ഇതിന്റെ ഉപജ്ഞാതാക്കളാണ് ജോർജ് ഗാമോയും റാൽഫ് ആൽഫറും. അങ്ങനെ ഇവർ രണ്ടുപേരും പ്രസിദ്ധീകരിച്ചിട്ടുള്ള ദ ഒറിജിൻ ഓഫ് കെമിക്കൽ എലമെന്റ് എന്ന പുസ്തകമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം അവതരിപ്പിച്ചത്. അപ്പോൾ അതും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ദ ഒറിജിൻ ഓഫ് കെമിക്കൽ എലമെന്റ് എന്ന പുസ്തകം രചിച്ചത് ആരൊക്കെയാണ്, ജോർജ് ഗാമോയും റാൽഫ് ആൽഫറുമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പുസ്തകത്തിലാണ് എന്തുള്ളത്, ദ ഒറിജിൻ ഓഫ് കെമിക്കൽ എലമെന്റ് അല്ലെ, മഹാവിസ്ഫോടന സിദ്ധാന്തം ഇവര് അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സിദ്ധാന്തമാണ് നമ്മുടെ പൾസേറ്റിംഗ് തിയറി എന്ന് പറയുന്നത്. പൾസേറ്റിംഗ് അല്ലെ, എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ പൾസ് നോക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ലേ പൾസേറ്റിംഗ് തിയറിയിൽ. ആരാണ് അതിന്റെ ടിങ്ടൺ അല്ലെ. അപ്പൊ ഇവിടെ നോക്കാനുള്ളത് ഇതിന്റെ പ്രപഞ്ചത്തിന്റെ ഭാവിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് ഏത്, സ്പന്ദന സിദ്ധാന്തം. അപ്പൊ ഈ ഒരു സിദ്ധാന്തം പഠിക്കാനും ഈസിയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പൾസ് ഒക്കെ നോക്കി കഴിയുമ്പോഴല്ലേ ഇയാൾക്ക് ഭാവി ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയുള്ളൂ അല്ലെ. നമ്മളെ പൾസ് ചെക്ക് ചെയ്യണം. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഭാവിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഏത്, നമ്മുടെ
പൾസേറ്റിംഗ് തിയറി, സ്പന്ദന സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, അത് പഠിക്കാൻ ഈസിയാണ്. പ്രപഞ്ചത്തിന്റെ ഭാവി അല്ലെ, നമ്മൾ മനുഷ്യന്മാരുടെ ഒരു അപകടം പറ്റി കിടക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഇനി ഭാവി ഉണ്ടോ, അയാൾ ജീവിച്ചിരിക്കുമോ എന്നൊക്കെ അറിയണമെങ്കിൽ പൾസ് ചെക്ക് ചെയ്ത് നോക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്കത് കണക്ട് ചെയ്യാൻ ഈസിയാണ്. സ്പന്ദന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? ആർതർ എഡിങ്ടൺ അല്ലെ, കിട്ടും, ഈസിയാണ്. അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ അലൻ സാൻഡേജ് ആണ് സ്പന്ദന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ഈ സ്പന്ദന സിദ്ധാന്തം മുന്നോട്ട് വെച്ച ആളാണ് സാൻഡേജ്. ഓക്കെ, അതെങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇപ്പോൾ ഒരു ആക്സിഡന്റ് ആയി കിടക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് ബാൻഡേജ് ഒക്കെ, ഒരു ഡോക്ടർ ബാൻഡേജ് ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പൾസ് ഒക്കെ ചെക്ക് ചെയ്ത് ഭാവി ഉണ്ടോ എന്നൊക്കെ നോക്കി നമുക്കത് എങ്ങനെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു മണ്ടത്തരങ്ങളോ പൊട്ടത്തരങ്ങളോ ഒക്കെ, അല്ലാതെ അതൊന്നും പഠിച്ചു വെക്കാൻ പറ്റൂല അല്ലെ. അതെല്ലാം പേരുകളും വർഷങ്ങളും സംഭവങ്ങളും നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം, ഡോക്ടർ അലൻ സാൻഡേജ് ആണ് എന്തുള്ളത്, നമ്മുടെ സ്പന്ദന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ഓക്കെ, ഇനി നോക്കിക്കോളുക. പ്രപഞ്ചത്തിന്റെ വികാസ പരിണാമങ്ങളെ കുറിച്ച് 2 കാര്യങ്ങളാണ് ഈ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ഏത്? നമ്മുടെ ഈ സ്പന്ദന സിദ്ധാന്തം. അപ്പൊ എന്തൊക്കെയാണ് പ്രപഞ്ചത്തിന്റെ വികാസ പരിണാമങ്ങളെ കുറിച്ച് 2 കാര്യങ്ങളാണ് ഈ സിദ്ധാന്തം മുന്നോട്ട്. ഒന്നെന്താണ്? പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അനന്തമായി വികസിക്കാൻ അതിന് കഴിയില്ല. വികാസത്തിന്റെ ഒരു ബിന്ദുവിൽ വെച്ച് ഗുരുത്വാകർഷണം മൂലം പ്രപഞ്ചം വീണ്ടും ചുരുങ്ങാൻ തുടങ്ങും. ഈ ചുരുങ്ങലിന്റെ അന്ത്യത്തിൽ അത് വീണ്ടും പൊട്ടിത്തെറിക്കുകയും വികാസം പ്രാപിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ സ്പന്ദന സിദ്ധാന്തം പറയുന്നത്. അപ്പൊ എങ്ങനെയാണ്? പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അനന്തമായിട്ട് അത് വികസിക്കാൻ കഴിയില്ല. പ്രപഞ്ചത്തിന്റെ ഒരു ബിന്ദുവിൽ വെച്ച് ഗുരുത്വാകർഷണ ബലം മൂലം എന്ത് ചെയ്യും? പ്രപഞ്ചം പിന്നെയും ചുരുങ്ങും. അങ്ങനെ ഈ ചുരുങ്ങലിന്റെ അന്ത്യത്തിൽ അത് വീണ്ടും പൊട്ടിത്തെറിക്കുകയും പിന്നെ വികാസം പ്രാപിക്കുക. അതാണ് ഈ സ്പന്ദനം എന്ന് പറയുന്നത് അല്ലെ. പൾസേറ്റിംഗ് തിയറി ആരാണ് കൊണ്ടുവന്നത്? നമ്മുടെ എഡിങ്ടൺ. ഇത് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച, ഈ സിദ്ധാന്തം മുന്നോട്ട് വെച്ച ആളാരാണ്? ഡോക്ടർ അലൻ സാൻഡേജ് ആണ് എന്നുള്ളതും പഠിച്ചു വെക്കുക. സ്പന്ദന സിദ്ധാന്തം പ്രപഞ്ചത്തിന്റെ ചാക്രികമായ ആവർത്തന പരിണാമമാണ് മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ചാക്രികമായിട്ടുള്ളൊരു ആവർത്തന പരിണാമമാണ് നമ്മുടെ സ്പന്ദന സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ പ്രധാനമായിട്ട് ഇത് ആരൊക്കെയാണ് ഇത് കൊണ്ടുവന്ന് ഈ സിദ്ധാന്തം ആദ്യം മുന്നോട്ട് കൊണ്ടുവന്ന ആളുകളൊക്കെ ഒന്നും എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. ഓക്കെ, ആരാണ്? നമ്മുടെ മഹാവിസ്ഫോടന സിദ്ധാന്തം എന്നുള്ള ബിഗ് ബാങ് എന്നുള്ളത് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചു. മഹാവിസ്ഫോടനം എന്ന പദം ആദ്യം ഉപയോഗിച്ച ആരാണ്? ഫ്രെഡ് ഹോയൽ ആണ് കേട്ടോ, ഫ്രെഡ് ഹോയൽ. ഇവിടെ സിദ്ധാന്തം ആദ്യം മുന്നോട്ട് വെച്ച സ്പന്ദന സിദ്ധാന്തം അലൻ സാൻഡേജ് ആണ്. ഇനി സമനില സിദ്ധാന്തം നമ്മൾ പറഞ്ഞു. സമനില സിദ്ധാന്തത്തിന്റെ കോഡ് എന്താണ്? ഗോൾഡ് ബ്രാൻഡി കുടിച്ചിട്ട് എന്ത് ചെയ്യുക, സമനില തെറ്റിപ്പോയി. ഗോൾഡ് ബ്രാൻഡി അല്ലെങ്കിൽ ഗോൾഡ് ബ്രാൻഡി കുടിച്ചിട്ട് സമാധാനം നഷ്ടപ്പെട്ടു എന്നുള്ളത്, അല്ലെ സമനില പോയി എന്നുള്ളത് അല്ലെ. അപ്പൊ നോക്കുക, ഹെർമൻ ബ്രാൻഡി തോമസ് ഗോൾഡും ചേർന്ന് മുന്നോട്ട് വെച്ച സിദ്ധാന്തമാണ് ഏത്? സമനില സിദ്ധാന്തം. അപ്പൊ ഗോൾഡ് ബ്രാൻഡി കുടിച്ചിട്ട് സമനില പോയി, തെറ്റി എന്നുള്ളതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, ഹെർമൻ ബോണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, തോമസ് ഗോൾഡ്. ഓക്കെ, സിദ്ധാന്തം ദ്രവ്യത്തിന്റെ പരിണാമത്തെ കുറിച്ചല്ലാതെ പുതിയ ദ്രവ്യങ്ങൾ ഉണ്ടാവുന്ന അംഗീകരിക്കുന്നില്ല. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ സിദ്ധാന്തം ദ്രവ്യത്തിന്റെ പരിണാമത്തെ കുറിച്ചല്ലാതെ പുതിയ ദ്രവ്യങ്ങൾ ഉണ്ടാവുന്ന ഈ സിദ്ധാന്തം അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു സമനില സിദ്ധാന്തം വരാനുള്ള കാരണം നമുക്ക് നോക്കാം. നൂതന ദ്രവ്യങ്ങളുടെ അനുസ്യൂതമായ നിർമ്മാണം, പുതിയ താരസമൂഹങ്ങളുടെ ജനനം എന്നിവ സമനില സിദ്ധാന്തം അംഗീകരിക്കുന്നു. ഇതൊക്കെയാണ് നൂതന ദ്രവ്യങ്ങളുടെ അനുസ്യൂതമായ നിർമ്മാണം പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട്. പുതിയ താരസമൂഹങ്ങളുടെ ജനനം എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് താരസമൂഹങ്ങൾ, നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതുതായി ജനിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ സമനില സിദ്ധാന്തം അംഗീകരിക്കുന്നുണ്ട്. പ്രപഞ്ചം വികസിക്കുകയാണെന്നും താരസമൂഹങ്ങൾ പരസ്പരം അകലുകയാണെന്നും സമനില സിദ്ധാന്തം പറയുന്നു. ഓക്കെ, അപ്പൊ ഇവരുടെ പ്രത്യേകതകൾ: പ്രപഞ്ചം വികസിക്കുകയാണെന്ന് പറയുന്നുണ്ട്, താരസമൂഹങ്ങൾ പരസ്പരം അകലുകയാണെന്നും. പ്രപഞ്ചം വികസിക്കുമ്പോൾ താരസമൂഹങ്ങളും അതിന്റെ കൂടെ വികസിക്കുന്നു എന്ന് സമനില സിദ്ധാന്തം പറയുന്നു. എന്നാൽ പുതിയ ദ്രവ്യങ്ങളുടെ രൂപീകരണം മൂലം അവയ്ക്കിടയിലെ സാന്ദ്രതയുടെ സ്ഥിരത മൂലം വീണ്ടും ഒരു ചുരുങ്ങലോ മഹാവിസ്ഫോടനവും ഉത്ഭവിക്കുകയില്ലെന്നും സമനില സിദ്ധാന്തം വാദിക്കുന്നു. അപ്പൊ സമനില സിദ്ധാന്തം പറയുന്നത് ഇവിടെ ഇനി എന്ത് ചെയ്യുന്നില്ല, ഇനിയൊരു പുതിയ ദ്രവ്യങ്ങളുടെ രൂപീകരണം മൂലം അവയ്ക്കിടയിലെ സാന്ദ്രതയുടെ സ്ഥിരത മൂലം വീണ്ടും ഒരു ചുരുങ്ങലോ അല്ലെങ്കിൽ പിന്നെ ഒരു മഹാവിസ്ഫോടനമോ ഉണ്ടാവില്ലെന്നും സമനില സിദ്ധാന്തം വാദിക്കുന്നു എന്നുള്ളതാണ് സ്റ്റഡി സ്റ്റേറ്റ് മോഡൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നക്ഷത്ര സമൂഹങ്ങൾ, ഗാലക്സികൾ അല്ലെ. ഇതൊരു ശരിക്കും ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നതിൽ ഒരുപാട് ആളുകളുടെ പേരുകളൊക്കെ പഠിക്കണം. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ കൂടുതൽ യൂട്യൂബ് വീഡിയോകളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെയൊക്കെ മലയാളം എക്സ്പ്ലനേഷൻ ഒക്കെ, ഇതിന്റെയൊക്കെ ചാനലുകളുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ കൂടുതലായിട്ട് കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിക്കും അല്ലെ. കൂടുതൽ ഒരാവശ്യമില്ലാത്ത ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്ന് അത് കേട്ട് ഈ നേരത്തെ പറയുന്ന പോലെ ഇല്ല വർഗീയ വിഷവും
മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്ത് ചെയ്യാണ് പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന് പകരമായിട്ടൊക്കെ എന്ത് ചെയ്യാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ചിന്തകളൊക്കെ തന്നെ മാറും. അല്ല, നമ്മളൊക്കെ ഈ ഒരു പ്രപഞ്ചത്തിലൊക്കെ എത്ര വളരെ ചെറുതാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ നമുക്ക് ഉണ്ടാവും. നമ്മളൊന്നും ഒന്നുമല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, ഇത് കൂടുതൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. ഇതിന്റെ പിന്നിലേക്ക് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഒരു വല്ലാത്തൊരു സുഖം കിട്ടും. മാത്രമല്ല, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ സാധ്യതകൾ ഇന്ന് ഒരുപാടുണ്ട്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ചാനലൊക്കെ നോക്കുമ്പോൾ അതിന്റെയൊക്കെ ചാനലുകളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം, അതിന്റെയൊക്കെ വ്യൂസിന്റെ എണ്ണം ഒക്കെ വളരെ കുറവായിരിക്കും. അല്ലെ, ആളുകൾക്ക് ഇതിലൊന്നും അല്ല താല്പര്യം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നുമില്ലെങ്കിൽ രാത്രി നല്ല തെളിഞ്ഞ ആകാശ സമയത്തൊക്കെ എന്ത് ചെയ്യുക, പുറത്തൊക്കെ നോക്കിയിട്ട് അവിടെ കാണുന്ന മാറ്റങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കുക. ഒരു ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് രാത്രി ഇങ്ങനെ കിടന്ന് കുറച്ചു നേരം ആകാശത്തേക്ക് നോക്കി കിടക്കുമ്പോൾ അവിടെയുള്ള ഈ കാണുന്ന ഈ കൊള്ളിമീനുകളുടെ സഞ്ചാരവും നക്ഷത്രങ്ങളും അവിടെയുള്ള ഓരോ ഇതിന്റെയൊക്കെ സഞ്ചാരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അല്ലെ, ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ. ഇതൊക്കെ എന്നും നടക്കുന്നതാണ്. അല്ലെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ എന്ത് ചെയ്യുക, കൂടുതൽ അത് റിസർച്ച് ചെയ്യാനും പഠിക്കാനൊക്കെ ഉള്ള ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. നക്ഷത്ര സമൂഹങ്ങൾ അല്ലെ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോടൊക്കെ ഇത് ക്ലാസ്സിൽ പോയിട്ട് പറയുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമാവും. അപ്പോൾ ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്ലാസ്സിലൊക്കെ പോയിട്ട് കുട്ടികളൊക്കെ പോയിട്ട് ഇരിക്കണം, ഇപ്പൊ സൂര്യനും ഭൂമിയും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഈ നമ്മുടെ ചന്ദ്രനും ഭൂമി എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു ചോദ്യം, അല്ലെങ്കിൽ അവരോട് പറയും സൂര്യനാണോ ഭൂമിയാണോ വലുത്, എത്ര മടങ്ങ് വലുപ്പമാണ് നമ്മുടെ സൂര്യന് ഭൂമിയേക്കാൾ എത്ര മടങ്ങ് വലുപ്പമുണ്ട് എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആവും. കാരണം ഈ സൂര്യനും ചന്ദ്രനൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം ചന്ദ്രനാണ് ചെറുത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഭൂമിക്കുള്ളിൽ എത്ര ചന്ദ്രനെ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭൂമി ചന്ദ്രന്റെ എത്ര മടങ്ങ് വലുതാണ് എന്നുള്ളതൊക്കെ അല്ലെ. അപ്പൊ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് 20 28 ചന്ദ്രന്റെ അതിനേക്കാളും വലുപ്പം, സോറി എങ്ങനെ പറയാം, നമ്മുടെ 28 ചന്ദ്രനെ ഭൂമിയുടെ ഉള്ളിൽ വെക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പൊ ഭൂമി അത്രയും വലുതാണ്. അല്ലെ, ഒരു ഭൂമി ഒരു ബോളാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എത്ര ചന്ദ്രനെ വെക്കാൻ പറ്റും? അതിൽ പറയുന്നത് 28 ചന്ദ്രനെ വെക്കാൻ പറ്റും എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ അതിന് മുന്നേ ഇവിടെ 4 ചന്ദ്രന എന്ന് പറയുന്ന ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പോട്ടെ. അപ്പൊ ഇവിടെ അങ്ങനെയാണെങ്കിൽ ഒരു കറക്റ്റ് ഒരു ഫാക്ട് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം സൂര്യനാണ് വലുത് എന്ന് എല്ലാവർക്കും അറിയാം, അല്ലെ, ഭൂമിയേക്കാളും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൂര്യൻ ഒരു വലിയ ബോളാണെങ്കിൽ, ഒരു വലിയൊരു ജാറാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര ഭൂമിയെ വെക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നല്ലത് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പറയാം. അത് ഏകദേശം 13 ലക്ഷം മടങ്ങ് വലുപ്പമുണ്ട്. ഭൂമിയെക്കാളും 13 ലക്ഷം മടങ്ങ് വലുപ്പം ഇതിനുണ്ട്, സൂര്യനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ കുട്ടികളോടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ഈ ഒരു രീതിയിൽ ഇവരോട് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഒക്കെ ചെറിയ യൂട്യൂബിൽ നിന്നൊക്കെ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്ത് അത് കട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ് സ്ക്രീനിലൊക്കെ കാണിക്കുമ്പോൾ അതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും, അല്ലെ. അപ്പൊ ഈ കുട്ടികളുടെ ക്ലാസ്സിൽ നിന്ന് ചിന്തിക്കാനൊക്കെ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ ഒരു താല്പര്യം അവരിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെ. അപ്പൊ നമ്മളും ഇതിൽ കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ്, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നക്ഷത്ര സമൂഹങ്ങൾ, ഗാലക്സികൾ. ഗുരുത്വാകർഷണ ബലത്താൽ കൂട്ടമായി കാണപ്പെടുന്ന നക്ഷത്ര സമൂഹങ്ങളാണ് ഇത് എന്ന് പറയുന്നത്, ഗാലക്സികൾ. ഗുരുത്വാകർഷണ ബലത്താൽ കൂട്ടമായി കാണപ്പെടുന്ന നക്ഷത്ര സമൂഹങ്ങളാണ് ഇത് എന്ന് പറയുന്നത്, ഗാലക്സികൾ. നിങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങൾ നോക്കുക എത്ര ഗാലക്സികളുടെ എണ്ണം നമുക്കൊന്നും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര എണ്ണമാണ് എന്തുള്ളത്, ഗാലക്സികൾ. ഓക്കെ, അല്ലെങ്കിൽ നക്ഷത്ര സമൂഹങ്ങൾ എന്ന് പറയുന്നത്. നോക്കുക, അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ ഗാലക്സി എന്ന പദം ആദ്യം ഉപയോഗിച്ചത് വില്യം ഹെർഷലാണ്. ഗാലക്സി എന്ന പദം. ഇപ്പോൾ പ്രപഞ്ചത്തിൽ ഈ ഗാലക്സികളൊക്കെ നോക്കുകയാണെങ്കിൽ ഓരോ ഷെല്ലായിട്ടൊക്കെ നമുക്ക് പറയാം. ചെറിയ ഷെല്ലുകളായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതിലെ ഓരോ ഷെല്ലിന്റെയൊക്കെ വലിപ്പം വളരെ വലുതായിരിക്കും. അല്ല, നമ്മളൊക്കെ ചിന്തിക്കുന്നതിൽ അപ്പുറത്തേക്കാണ് അതിൻ്റെയൊക്കെ വലിപ്പം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ഞാനത് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഗാലക്സി എന്ന പദം ആദ്യം ഉപയോഗിച്ചാറാണ് വില്യം ഹെർഷലാണ്. ഹെർഷൽ ഗാലക്സി. നോക്കിക്കോളാം, 100 ബില്യണിലധികം ഗാലക്സികൾ പ്രപഞ്ചത്തിലുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 100 ബില്യൺ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മില്യൺ, ബില്യൺ, ട്രില്യൺ. ഇപ്പോ 1 കഴിഞ്ഞിട്ട് 6 പൂജ്യം ഇട്ട് കഴിഞ്ഞാൽ മില്യനാണ്. 1 കഴിഞ്ഞിട്ട് 9 പൂജ്യം ഇട്ട് കഴിഞ്ഞാൽ അത് എന്തായി, ബില്യനായി. 1 കഴിഞ്ഞിട്ട് 12 പൂജ്യം ഇട്ട് കഴിഞ്ഞാൽ എന്തായി, അത് ട്രില്യനാണ്. നിങ്ങൾ നോക്കുക, 100 ബില്യണിലധികം ഗാലക്സികൾ പ്രപഞ്ചത്തിലുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഗാലക്സികളിലെ നക്ഷത്രങ്ങൾക്കിടയിലെ വാതക ധൂളി മേഘപടലമാണ് നെബുല എന്ന് പറയുന്നത്. ഈ ഗാലക്സികളിലെ നക്ഷത്രങ്ങൾക്കിടയിലെ വാതക ധൂളി മേഘപടലമാണ് നെബുല. പുതിയ നക്ഷത്രങ്ങൾ പിറവിയെടുക്കുന്നത് നെബുലയിലാണ്.
പുതിയ നക്ഷത്രങ്ങളൊക്കെ എവിടെയാണ് പിറവിയെടുക്കുന്നത്? നെബുലയിൽ വെച്ചിട്ടാണ് ജനിക്കുന്നത്. അന്ത്യമെത്താറായ നക്ഷത്രങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത് ദീർഘവൃത്താകാര ഗാലക്സിയിലാണ്. അന്ത്യം അവസാനിക്കാനായ അന്ത്യമെത്താറായ നക്ഷത്രങ്ങൾ, ഇപ്പൊ നക്ഷത്രങ്ങൾ ജനിക്കുന്നു, നക്ഷത്രങ്ങൾ മരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അങ്ങനെ അന്ത്യമെത്താറായ നക്ഷത്രങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത് ദീർഘവൃത്താകാര ഗാലക്സിയിലാണ്. ഓക്കെ, യെസ്. ഇനി പറയുന്നത് നക്ഷത്രങ്ങളിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഇത് ന്യൂക്ലിയർ ഫ്യൂഷൻ, അണുസംയോജനം. നക്ഷത്രങ്ങളിൽ നടക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ, അണുസംയോജനം. ഓക്കെ, ഇതൊക്കെ സാധാ LD പരീക്ഷകൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നക്ഷത്രങ്ങളിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു നക്ഷത്രത്തിന്റെ പ്രകാശം പ്രധാനമായും സൂചിപ്പിക്കുന്നത് അതിന്റെ താപനിലയാണ് അല്ലെ. ഇപ്പൊ ഇന്ന് രാത്രിയൊക്കെ പോയിട്ടൊക്കെ നോക്കി ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കുക. ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സ്കൈ മാപ്പ് എന്നൊക്കെ പറഞ്ഞ ആപ്പ് ഒക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആകാശത്തേക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ നിൽക്കുന്ന നക്ഷത്രം ഏതാണെന്ന് അത് അവിടെ നമുക്ക് സ്പോട്ട് ചെയ്ത് കാണിച്ചു തരും. അപ്പൊ നമുക്ക് ആദ്യം ഡൗട്ട്, ഇപ്പൊ ഇത് കറക്റ്റ് വർക്കിംഗ് ആണോ എന്ന് അറിയണം. എന്ത് ചെയ്യണം, ആദ്യം ഈ ക്യാമറ, ഈ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ആ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നോക്ക്, ചന്ദ്രന് നേരെ വെക്കുക. അപ്പൊ കറക്റ്റ് ചന്ദ്രന് നേരെ തന്നെ ആയിരിക്കും എന്തുള്ളത് അവിടെ അത് കാണിച്ചിട്ടുണ്ടാവും, അതിലുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഓരോ നക്ഷത്രങ്ങളും അതിൻ്റെയൊക്കെ അവിടെയുള്ള പേരുകളും അത് ഏതാണ്, ഗ്രഹങ്ങൾ, ഇപ്പൊ വ്യാഴം എവിടെ നിൽക്കുന്നു, മാസം എവിടെ നിൽക്കുന്നു, ജൂപ്പിറ്റർ എവിടെയാണ്, വീനസ് എവിടെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, സ്പോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്കൈ മാപ്പ് എന്ന് പറഞ്ഞുള്ള ആപ്ലിക്കേഷനൊക്കെ. അപ്പോൾ ഒരു നക്ഷത്രത്തിന്റെ പ്രകാശം പ്രധാനമായും സൂചിപ്പിക്കുന്നത് അതിന്റെ താപനിലയാണ്. നക്ഷത്ര സമൂഹങ്ങൾക്ക് പേരുകൾ നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയനാണ്. ഇത് സ്ഥാപിച്ചത് 1919 അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ആസ്ഥാനം പാരീസിലാണ്. സൂര്യനേക്കാൾ 4 മുതൽ 8 മടങ്ങ് വരെ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ അവയുടെ ഹൈഡ്രജൻ ഇന്ധനം കത്തിത്തീരുമ്പോൾ വൻ സ്ഫോടനത്തിന് വിധേയമാകുന്നു. ഇതാണ് സൂപ്പർനോവ സ്ഫോടനം എന്നറിയപ്പെടുന്നത്. ഇങ്ങനെയാണ് സൂര്യനേക്കാൾ 4 മുതൽ 8 മടങ്ങ് വരെ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ അവയുടെ ഹൈഡ്രജൻ ഇന്ധനം കത്തിത്തീരുമ്പോൾ വൻ സ്ഫോടനത്തിന് വിധേയമാകുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 13 ലക്ഷം ഭൂമിയെ നമ്മുടെ സൂര്യനുള്ളിൽ വെക്കാൻ പറ്റുമെന്നുള്ളതാണ്, അടിക്കടിക്ക് വെക്കാൻ പറ്റുമെന്നുള്ളതാണ്. 13 ലക്ഷത്തോളം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സൂര്യന്റെ വലിപ്പം എത്രയാണെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ നോക്കുക, സൂര്യന് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണല്ലോ ഇത് സൂര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനേക്കാൾ 4 മുതൽ 8 മടങ്ങ് വരെ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു വലിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അല്ലെ. സൂര്യനേക്കാൾ 4 മുതൽ 8 മടങ്ങ് വരെ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ അവയുടെ ഹൈഡ്രജൻ ഇന്ധനം കത്തിത്തീരുമ്പോൾ വൻ സ്ഫോടനത്തിന് വിധേയമാകുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്, സൂപ്പർനോവ സ്ഫോടനം എന്ന് പറയുന്നത്. സൂപ്പർനോവ സ്ഫോടന ഫലമായി ഉടലെടുക്കുന്നതാണ് ന്യൂട്രോൺ താരങ്ങൾ അല്ലെ. ഇങ്ങനെ ഈ സൂപ്പർനോവ സ്ഫോടനമായി ഉടലെടുക്കുന്ന നക്ഷത്രങ്ങളാണ് ഇത് ന്യൂട്രോൺ താരങ്ങൾ എന്ന് പറയുന്നത്. ഭ്രമണം ചെയ്യുന്ന ന്യൂട്രോൺ താരങ്ങളാണ് ഇത് പൾസറുകൾ എന്നൊക്കെ പറയുന്നത് അല്ലെ. ഭ്രമണം ചെയ്യുന്ന ന്യൂട്രോൺ താരങ്ങൾ. ഈ പൾസർ ബൈക്കിനൊക്കെ ഈ പേരൊക്കെ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ഭ്രമണം ചെയ്യുന്ന ന്യൂട്രോൺ താരങ്ങൾ, പൾസറുകൾ അല്ല. ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നിങ്ങൾ നോക്കുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടോ ഒക്കെ, അല്ലെങ്കിൽ ഒരു പക്ഷികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. ആ പേരുകൾക്ക് അതിന് പിന്നിൽ നോക്കുമ്പോൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്പൊ അങ്ങനെയാണ് ആ പൾസർ ബൈക്കൊക്കെ വന്നിട്ടുള്ള ആ പേരുകളൊക്കെ കേട്ടോ. ഭ്രമണം ചെയ്യുന്ന ന്യൂട്രോൺ താരങ്ങളാണ് ഇത് പൾസറുകൾ എന്നറിയപ്പെടുന്നത്. പ്രോക്സിമ സെന്ററിയിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 4.2 പ്രകാശവർഷം. 4.2 പ്രകാശവർഷം. ഒന്ന് ആലോചിച്ച് നോക്കുക, പ്രോക്സിമ സെന്ററിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ ഈ 4.2 പ്രകാശവർഷം എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 5 വർഷം സമയം എടുക്കും എന്ന് പറയുന്നത്. പ്രോക്സിമ സെന്ററിൽ നിന്ന് പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ. അപ്പൊ നമുക്ക് നമ്മുടെ ചന്ദ്രനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ ഏകദേശം എത്ര മതി, എത്രയോ സെക്കൻഡുകൾ മാത്രം മതി അല്ലെ. ഞാൻ മറന്നുപോയി എൻ്റെ കറക്റ്റ് 1.2 എത്രയോ സെക്കൻഡുകളാണ്. എന്നാൽ നിങ്ങൾ നോക്കുക, നമുക്കൊരു കാര്യം അറിയാം, സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ 8 മിനിറ്റ് സമയം മതി. 15 കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ 8 മിനിറ്റ് സമയം മതി. എന്നാൽ പ്രോക്സിമ സെന്ററിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം 4.2 പ്രകാശവർഷം. ഒരു പ്രകാശവർഷം എന്നൊക്കെ പറയുന്നത് ഏകദേശം 9 ബില്യൺ 9.5 ബില്യൺ ആ ഒരു ഇത്രയും ഇത് പറയുന്നുണ്ട്. ആ ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഞാനത് കറക്റ്റ് മറന്നുപോയി. ഈ ലൈറ്റ് ഇയർ നമ്മുടെ വിഷയം സോഷ്യൽ സയൻസ് ആണല്ലോ അല്ലെ. അപ്പൊ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എത്ര 9.4 ബില്യൺ ഒരു രീതിയിലാണ് എന്തുള്ളത് ഈ ഒരു 4.2 പ്രകാശവർഷം, ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ. 9.4 ബില്യൺ കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. അപ്പോ പറഞ്ഞ പോലെ ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്നത് നിങ്ങൾ നോക്കുക.
3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും ഒരു സെക്കൻഡിൽ. അപ്പോൾ നിങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രോക്സിമ സെഞ്ചുറിയും നമ്മുടെ ഭൂമിയും തമ്മിൽ എത്ര ദൂരെയാണെന്നുള്ളത്. 4.2 പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 5 വർഷം സമയം എടുക്കും. 5 വർഷത്തിന്റെ അടുത്ത് സമയം വരുന്നുണ്ട്. ഈ 5 വർഷം പ്രകാശം സഞ്ചരിച്ചിട്ട് എന്ത് ചെയ്യണം, ഭൂമിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പ്രോക്സിമ സെഞ്ചുറിയിൽ നിന്ന് 5 വർഷം. അതിലോ ഈ പ്രകാശത്തിന്റെ വേഗതയോ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അപ്പോ ഇതിന്റെ വേഗത അതേപോലെ തന്നെ എത്ര സമയം എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ പോണ ഒരു പേടകം നമ്മൾ കണ്ടെത്തണം. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 5 വർഷം സമയം എടുക്കും അല്ലെ. ഇനി ഒരു സെക്കൻഡിൽ 6 ലക്ഷം കിലോമീറ്റർ എടുക്കുകയാണെങ്കിലോ, ഒറ്റ സെക്കൻഡിൽ 6 ലക്ഷം കിലോമീറ്റർ പോകുന്ന ഒരു പേടകം, ഒരു വിമാനമൊക്കെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2.5 വർഷം സമയം എടുക്കും. ഇനി 1 വർഷം കൊണ്ട് എത്തണം എന്നുണ്ടെങ്കിലോ, ഒരു സെക്കൻഡിൽ 10 ലക്ഷം ഒക്കെ. ഒരു സെക്കൻഡിൽ 10 ലക്ഷം. ഞാൻ ജസ്റ്റ് ഓരോ ഇതിന്റെ ഒരു കണക്ക് ഇങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പോൾ ഇതിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സിനിമകളൊക്കെ ഉണ്ടല്ലോ. അപ്പോ അങ്ങോട്ടേക്ക് നമുക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നുള്ള പേടകങ്ങളും അതിന്റെയൊക്കെ വേഗതയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ചൊവ്വയിലേക്കൊക്കെ മനുഷ്യന്മാർ പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ചൊവ്വയിലേക്ക് ഇപ്പോഴത്തെ സാങ്കേതിക വെച്ച് ചൊവ്വയിലേക്ക് പോകാന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര വർഷം സമയം എടുക്കും? ഏകദേശം 1 വർഷം സമയം എടുക്കും. 9 മാസം സമയം എടുക്കും. ആ 9 മാസം അങ്ങോട്ടേക്ക് യാത്ര, ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ 9 മാസം സമയം. അപ്പൊ ഏകദേശം നിങ്ങൾ നോക്കുക, ഒരു 20 മാസം അല്ലെങ്കിൽ 2 വർഷം സമയം തന്നെ നോക്കുക അല്ലേ. അപ്പോൾ അത്രയും ആ പേടകത്തിൽ അത്രയും വർഷത്തിന് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഉള്ള സംഭവങ്ങൾ. പക്ഷെ ഇതൊക്കെ നമ്മൾ മനുഷ്യന്മാർ കീഴടക്കും അല്ലെ. അങ്ങനെയാണ് അതിന്റെ സംഭവങ്ങൾ. ഇതൊക്കെ സംഭവിക്കില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. 2050 ആകുമ്പോഴേക്കൊക്കെ എന്ത് ചെയ്യും, ഇതൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ ഓരോ ദൗത്യങ്ങളാണല്ലോ നമ്മുടെ എന്താണ് ഗഗയാൻ എന്നൊക്കെ പറയുന്നത്. അപ്പോ ചൊവ്വയിലേക്കുള്ള ദൗത്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിന്റെ വിവിധ വാങ്ങുന്ന ആളുകളൊക്കെ അതിന് സമ്മതം മൂളിയിട്ടുണ്ട്. ആളുകളൊക്കെ ഞങ്ങളും തയ്യാറാണ് ചൊവ്വയിലേക്ക് വരാൻ, ചൊവ്വയിൽ കോളനികൾ ഉണ്ടാക്കി അവിടെ താമസിക്കാൻ തയ്യാറാന്നൊക്കെ പറഞ്ഞ് ഒരു മലയാളിയായിട്ടുള്ള ഒരു പെൺകുട്ടിയൊക്കെ അതിനൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കുക, ഇങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ പ്രോക്സിമ സെന്ററിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം 4.2 പ്രകാശ വർഷമാണ്. ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിപ്പമേറിയ നക്ഷത്രം വിവൈ കാനസ് മെജോറിസ് ആണ് കേട്ടോ. ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിപ്പമേറിയ നക്ഷത്രം വിവൈ കാൻസ് മെജോറിസ്. ഓക്കെ. ഭൂമിയുടെ വടക്ക് ദിശയിലാണ് ധ്രുവ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് കാണാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് രാത്രി ആയി കഴിഞ്ഞാൽ ഈ ധ്രുവ നക്ഷത്രമൊക്കെ നമുക്ക് കാണാം. ഭൂമിയുടെ വടക്ക് ദിശയിലാണ് ധ്രുവ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഇനി സൂര്യന്റെ 20 മടങ്ങിലേറെ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ അവയുടെ ഇന്ധനം എരിഞ്ഞു തീരുമ്പോൾ പ്രാപിക്കുന്ന അവസ്ഥയാണിത്, ബ്ലാക്ക് ഹോൾ അല്ലെ. സൂര്യന്റെ 20 മടങ്ങിലേറെ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ അവയുടെ ഇന്ധനം എരിഞ്ഞു തീരുമ്പോൾ പ്രാപിക്കുന്ന അവസ്ഥയാണ് ബ്ലാക്ക് ഹോൾ. നേരത്തെ നമ്മൾ സൂപ്പർനോവ സ്ഫോടനമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അത് സൂര്യനേക്കാൾ 4 മടങ്ങ് 8 മടങ്ങാണ്. ഇവിടെ സൂര്യന്റെ 20 മടങ്ങിലേറെ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ അവയുടെ ഇന്ധനം എരിഞ്ഞു തീരുമ്പോൾ പ്രാപിക്കുന്ന അവസ്ഥയാണ് ഇത്, ബ്ലാക്ക് ഹോൾ, തമോഗർത്തങ്ങൾ എന്ന് പറയുന്നത്. അപാരമായ ഗുരുത്വാകർഷണം മൂലം പ്രകാശത്തെ പോലും പുറത്തുവിടാത്ത പ്രപഞ്ച പ്രതിഭാസമാണ് ഇത്, തമോഗർത്തം. ഓക്കെ. പ്രകാശത്തെ പോലും കടത്തിവിടാൻ പറ്റാത്തതാണ് അപാരമായ ഗുരുത്വാകർഷണം മൂലം. അപ്പൊ അതിന്റെ പവറൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഇവിടെ നമുക്ക് പഠിച്ചു വെക്കുന്ന കുറച്ച് പോയിന്റുകൾ. തമോഗർത്തം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ജോൺ വീലറാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ ചിത്രം തന്നെ തമോഗർത്തം, ഈ ഗർത്തം ഒരു വീല് പോലെയല്ലേ അല്ലെ, വീല് പോലെ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തമോഗർത്തം എന്ന പദം ആദ്യം ഉപയോഗിച്ചാണ് ജോൺ വീലറാണ്. തമോഗർത്തങ്ങൾക്ക് ആ പേര് നൽകിയത് ജോൺ വീലർ 1969 ആ പേര് നൽകിയത് കേട്ടോ തമോഗർത്തങ്ങൾക്ക്. തമോഗർത്തങ്ങളെ ശാസ്ത്രീയമായി ആദ്യം നിർവചിച്ചതാണ് റോബർട്ട് ഓപ്പൺഹൈമർ ആണ് തമോഗർത്തങ്ങളെ ശാസ്ത്രീയമായിട്ട് ആദ്യം നിർവചിച്ചത്. പേര് നൽകിയത് വീലർ ആണെങ്കിലും റോബർട്ട് ഓപ്പൺഹൈമർ ആണെന്നുള്ളത് ഇതിനാദ്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ഇതിനെ നിർവചിച്ചത്. തമോഗർത്തങ്ങളെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങളുടെ പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് ആര്, നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സ് അല്ലെ. തമോഗർത്തങ്ങളെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങളുടെ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ പുസ്തകങ്ങളാണ് യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ഇതൊക്കെ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ പുസ്തകങ്ങളാണ്. ഇതിനെതിരെ രംഗത്ത് വന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ്. ഇപ്പൊ ഈ ഒരു തമോഗർത്തങ്ങളെ കുറിച്ചൊക്കെ അതിനെതിരെയൊക്കെ രംഗത്ത് വന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ആര്, ആഭാസ് മിത്ര അല്ലെ. എന്ത് ആഭാസങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത് പ്രപഞ്ചത്തെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞു. ആരാണ്, ആഭാസ് മിത്ര. ഓക്കെ. ഇതൊന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. ഇതിനെതിരെ രംഗത്ത് വന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ആര്, ആഭാസ് മിത്ര. ഇതിനെ കുറിച്ച്, തമോഗർത്തങ്ങളെ കുറിച്ച്. കോസ്മോളജിയിൽ ശ്രദ്ധേയനായ പഠനങ്ങൾ നടത്തിയ മലയാളി ശാസ്ത്രജ്ഞനാണ് ആര്, താണു പത്മനാഭൻ. കോസ്മോളജിയിൽ ശ്രദ്ധേയനായ പഠനങ്ങൾ നടത്തിയ മലയാളി ശാസ്ത്രജ്ഞൻ താണു പത്മനാഭൻ. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ആഫ്റ്റർ ദ ഫസ്റ്റ് 3 മിനിറ്റ്.
ആഫ്റ്റർ ദ ഫസ്റ്റ് 3 മിനിറ്റ് ആരുടെ പുസ്തകമാണ്? താണു പത്മനാഭന്റെ പുസ്തകമാണ്. ഓക്കെ, ഇനി നക്ഷത്ര സമൂഹങ്ങളുടെ അവയുടെ രൂപഘടനയെ അടിസ്ഥാനമാക്കി 3 തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് നോക്കാം. ക്രമരഹിത നക്ഷത്ര സമൂഹങ്ങൾ, ഇറഗുലർ ഗാലക്സീസ്. പിന്നെ സർപ്പിളാകൃത നക്ഷത്ര സമൂഹങ്ങൾ, സ്പൈറൽ ഗാലക്സീസ്. നെടിയ അണ്ഡാകൃത നക്ഷത്ര സമൂഹങ്ങൾ, എലിപ്റ്റിക്കൽ ഗാലക്സി. ഇനി ഓരോന്ന് നോക്കാം. ക്രമരഹിത നക്ഷത്ര സമൂഹങ്ങൾ, അവയുടെ പ്രത്യേകതകളാണ് നമുക്ക് നോക്കാനുള്ളത്. പൊതുവായി ഒരു ഘടനയില്ലാത്ത നക്ഷത്ര സമൂഹങ്ങളാണ് ഇത്, ഇറഗുലർ. ആ പേര് തന്നെയുണ്ട്. പുതിയ നക്ഷത്രങ്ങൾ കൂടുതലായും പിറവിയെടുക്കുന്നത് ക്രമരഹിത നക്ഷത്ര സമൂഹങ്ങളിലാണ്. എന്നാൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? പുതിയ നക്ഷത്രങ്ങൾ കൂടുതലായിട്ടും പിറവിയെടുക്കുന്നത് എവിടെയാണ്? ക്രമരഹിത നക്ഷത്ര സമൂഹങ്ങളിലാണ്. സ്റ്റേറ്റ്മെന്റിൽ ഇതൊക്കെ വരാം. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കുക. ക്രമരഹിത നക്ഷത്ര സമൂഹം. സർപ്പിളാകൃത നക്ഷത്ര സമൂഹങ്ങൾ, സ്പൈറൽ ഗാലക്സി. സ്പൈറൽ ഗാലക്സി നിങ്ങൾ നോക്കുക, ഒരു ന്യൂക്ലിയസും പുറമേയുള്ള നക്ഷത്രകരങ്ങളും ചേർന്ന രൂപഘടനയുള്ള നക്ഷത്ര കൂട്ടങ്ങളാണ് സ്പൈറൽ ഗാലക്സികൾ. സൂര്യന്റെ മാതൃ ഗാലക്സിയ ക്ഷീരപഥം ഒരു സ്പൈറൽ ഗാലക്സിയാണ്. സൂര്യന്റെ മാതൃ ഗാലക്സിയ ക്ഷീരപഥം ഒരു സ്പൈറൽ ഗാലക്സിയാണ്. സൂര്യൻ ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹമാണ് ഇത് നമ്മുടെ ആകാശഗംഗ. ക്ഷീരപഥത്തോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്ര സമൂഹമാണ് ഇത് ആൻഡ്രോമീഡ. ഓക്കെ, ഇതൊക്കെ പഠിച്ചു നോക്കുക, സ്റ്റേറ്റ്മെന്റിൽ വരാം. ക്ഷീരപഥത്തോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്ര സമൂഹമാണ് ഇത് ആൻഡ്രോമീഡ. ഇനി മൂന്നാമത്തതാണ് നെടിയ അണ്ഡാകൃത നക്ഷത്ര സമൂഹങ്ങൾ, എലിപ്റ്റിക്കൽ ഗാലക്സീസ്. നോക്കിക്കൂടാ, പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന താരതമ്യേന വലിപ്പം കൂടുതൽ നക്ഷത്ര സമൂഹങ്ങൾക്കെല്ലാം നേരിയ അണ്ഡാകൃത രൂപഘടനയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നോക്കിക്കൂടാ, ഇത്തരം നക്ഷത്രങ്ങൾ സമൂഹങ്ങളിൽ പുതിയ നക്ഷത്രങ്ങൾ പിറക്കുന്നില്ല. അല്ല, ഇത്തരം നക്ഷത്ര സമൂഹങ്ങൾ പുതിയ നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പിറക്കുന്നില്ല. വെള്ളക്കുള്ളന്മാർ, വൈറ്റ് ഡ്വാർഫ്, ചുവന്ന ഭ്യൂമൻ, റെഡ് ജൈൻ തുടങ്ങിയ പഴക്കം ചെന്ന നക്ഷത്രങ്ങളാണ് ഇവയിൽ കൂടുതലും. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ക്ഷീരപഥം, മിൽക്കി വേ. സൂര്യന്റെ മാതൃ നക്ഷത്ര സമൂഹമാണ് ക്ഷീരപഥം. സൂര്യന്റെ മാതൃ നക്ഷത്ര സമൂഹമാണ് ക്ഷീരപഥം. 10,000 കോടിയോളം നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ക്ഷീരപഥം. 10,000 കോടിയോളം നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ക്ഷീരപഥം. അപ്പൊ നമ്മളിന്ന് ആകാശത്ത് കാണുന്ന, നേരത്തെ പറഞ്ഞ പോലെ ഓരോ നക്ഷത്രങ്ങളും, ഇപ്പൊ സൂര്യനോട് അടുത്ത് ഭൂമിയോട് അടുത്തുക്കുന്ന സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം, അതുപോലെ നമ്മുടെ ഭൂമിയേക്കാൾ ഒരുപാട് മടങ്ങ് വലുപ്പമുള്ള, അല്ലെങ്കിൽ സൂര്യനേക്കാൾ വലുപ്പമുള്ള നക്ഷത്രങ്ങളൊക്കെയാണെന്നുള്ളത് നമ്മുടെ ആകാശത്ത് നമ്മൾ കാണുന്നത് അല്ലെ. കാണുമ്പോൾ വളരെ ചെറുതാണെങ്കിലും അതിന്റെയൊക്കെ വലുപ്പം പറഞ്ഞു. സൂര്യന് നമ്മുടെ ഭൂമിയേക്കാൾ 13 ലക്ഷം മടങ്ങ് വലുപ്പമുണ്ട്. 13 ലക്ഷം മടങ്ങ് വലുപ്പമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക മറ്റുള്ള നക്ഷത്രങ്ങളുടെയൊക്കെ വലുപ്പം എത്രയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ 10,000 കോടിയോളം നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ക്ഷീരപഥം അല്ല. സൂര്യന്റെ മാതൃ സമൂഹമാണ് ക്ഷീരപഥം എന്ന് പറഞ്ഞു. നക്ഷത്രങ്ങളെ 4 തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഫിക്സഡ് സ്റ്റാർ, ബൈനറി സ്റ്റാർ, ടെമ്പററി വേരിയബിൾ. ഫിക്സഡ്, ബൈനറി, ടെമ്പററി വേരിയബിൾ ഒക്കെ നക്ഷത്രങ്ങളെ 4 തരംതിരിച്ചിരിക്കുന്നവയാണ്. ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. സൂര്യൻ ഒരു യെല്ലോ ഡ്വാർഫ് സ്റ്റാർ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സൂര്യൻ ഒരു യെല്ലോ ഡ്വാർഫ് സ്റ്റാർ ആണ്, ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. അപ്പൊ അതിന്റെയൊക്കെ നോക്കുമ്പോൾ സൂര്യൻ ഒരു ചെറിയ നക്ഷത്രമാണ്, ഒരു കുള്ളൻ നക്ഷത്രം എന്നൊക്കെ എന്തിനെ നോക്കുവാണെങ്കിൽ അങ്ങനെ വെച്ച് നോക്കും, എന്തിനെ പറയാം? അതാണ് യെല്ലോ ഡ്വാർഫ് സ്റ്റാർ എന്ന് പറയുന്നത് അല്ലെ. സൂര്യൻ ഒരു യെല്ലോ ഡ്വാർഫ് സ്റ്റാർ ആണ്. സൂര്യൻ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് ഇത് പ്രോക്സിമ സെഞ്ചുറി. ഇതൊരു റെഡ് ഡ്വാർഫ് സ്റ്റാറുമാണ്. സൂര്യൻ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് ഇത് നമ്മുടെ പ്രോക്സിമ സെഞ്ചുറി. അങ്ങനെ ക്ഷീരപഥത്തിന് ഏറ്റവും അടുത്തുള്ള ഗാലക്സി ആൻഡ്രോമീഡയാണ്. ക്ഷീരപഥത്തിന് ഏറ്റവും അടുത്തുള്ള ഗാലക്സിയാണ് ഇത് ആൻഡ്രോമീഡയാണ്. ഏറ്റവും വലിയ സർപ്പിളാകൃത നക്ഷത്ര സമൂഹവും ഏതാണ്? ആൻഡ്രോമീഡയാണ് അല്ലെ. ഇനി ക്ലസ്റ്ററുകൾ, ഗാലക്സികൾ ചേർന്ന കൂട്ടങ്ങളെയാണ് ക്ലസ്റ്ററുകൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഗാലക്സികൾ ചേർന്ന കൂട്ടങ്ങളെയാണ് എന്ത് എന്ന് പറയുന്നത്? ക്ലസ്റ്ററുകൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ ക്ലസ്റ്ററുകളെ ഒരുമിച്ച് ചേർത്ത് സൂപ്പർ ക്ലസ്റ്ററുകൾ രൂപീകരിക്കാറുണ്ട്. സൂര്യന്റെ മാതൃ ഗാലക്സിയായ ക്ഷീരപഥം 24 ഗാലക്സികൾ ചേർന്ന ഒരു ക്ലസ്റ്ററിന്റെ ഭാഗമാണ്. ലോക്കൽ ഗ്രൂപ്പ് എന്നാണ് ഈ ക്ലസ്റ്റർ അറിയപ്പെടുന്നത്. നോക്കുക, സൂര്യന്റെ മാതൃ ഗാലക്സിയായ ക്ഷീരപഥം 24 ഗാലക്സികൾ ചേർന്ന ഒരു ക്ലസ്റ്ററിന്റെ ഭാഗമാണ്. ഇതിനൊന്ന് ലോക്കൽ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നു. എഡ്വിൻ ഹബിൾ ആണ് നമ്മുടെ ഈ മാതൃ ക്ലസ്റ്ററിന് ലോക്കൽ ഗ്രൂപ്പ് എന്ന് നാമകരണം ചെയ്തത്. എഡ്വിൻ ഹബിൾ ആണ് മാതൃ ക്ലസ്റ്ററിന് ലോക്കൽ ഗ്രൂപ്പ് എന്ന് നാമകരണം ചെയ്തത്. എഡ്വിൻ ഹബിൾ. ഓക്കെ, ഇനി അടുത്തത് ആന്തരിക ഗ്രഹങ്ങളും ബാഹ്യഗ്രഹങ്ങളും. ആന്തരിക ഗ്രഹങ്ങളും ബാഹ്യഗ്രഹങ്ങളും നോക്കാം. എന്താണ് ഈ ആന്തരിക ഗ്രഹങ്ങളും ബാഹ്യഗ്രഹങ്ങളും? ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, അപ്പൊ ഈ സൂര്യനോട് അടുത്ത് കാണുന്ന ആദ്യത്തെ ആ 4 ഗ്രഹങ്ങൾ നമുക്ക് ആന്തരിക ഗ്രഹങ്ങൾ എന്ന് പറയും. അത് ഇവിടെ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് ഇവിടെ ഉണ്ട്. ഈ ആസ്ട്രോയിഡ് ബെൽറ്റിനും സൂര്യനുള്ളിലായിട്ട് വരുന്ന ഗ്രഹങ്ങളാണ് ഇത് ആന്തരിക ഗ്രഹങ്ങൾ. അതിന് പുറത്തുള്ള ഭീമൻ വാതക ഗ്രഹങ്ങളാണ് ഇത് ബാഹ്യഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. സൗരയൂഥത്തിൽ സൂര്യനടുത്തായി സ്ഥിതി ചെയ്യുന്ന ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവയാണ് ആന്തരിക
ഗ്രഹങ്ങൾ, ഇന്നർ പ്ലാനറ്റ് എന്ന് പറയുന്നത്. എന്നാൽ സൂര്യനിൽ നിന്നും താരതമ്യേന അകലെയുള്ള വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് ബാഹ്യഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ഒരു ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ ഒരു ഇവിടെ നിങ്ങൾക്ക് കൂടെ കുറച്ച് കാണാൻ പറ്റുന്നതാണ് ആസ്ട്രോയിഡ് ബെൽറ്റ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 2016 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം ഉണ്ടായിരുന്നു. ആസ്ട്രോയിഡ് ബെൽറ്റ് ഉൽക്കാമണ്ഡലങ്ങൾ ഏതെല്ലാം ഗ്രഹങ്ങൾക്ക് ഇടയിലാണ് എന്നുള്ള ചോദ്യം അല്ലെ. അത് ഏതൊക്കെയാണ്? ചൊവ്വയ്ക്കും വ്യാഴയ്ക്കും ഇടയിലാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ ഈ 4 ഗ്രഹങ്ങളാണ് എന്നുള്ളത് ആന്തരിക ഗ്രഹങ്ങൾ. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് നമ്മുടെ ബാഹ്യഗ്രഹങ്ങൾ, ഔട്ടർ പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഈ ഗ്രഹങ്ങൾ സൂര്യൻ എന്നുള്ള അകലത്തിൽ പഠിക്കാൻ ഒരു കോഡൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെയാണ്? ഇപ്പൊ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. നിങ്ങൾ നോക്കുക, നമുക്കിതൊരു കണക്ട് ചെയ്യാനുള്ളത് പറയാം. ഇപ്പൊ ഈ ഇവിടുന്ന് എടുക്കുന്നത് ബുഷു, ഒരാളെ പേരാണ് ബുഷു. ഇവിടെ ബുഷ് അല്ലെങ്കിൽ ബുഷു ഭൂമിയിൽ നിന്ന് എല്ലാ ചൊവ്വ, വ്യാഴം, ശനി. ഈ ചൊവ്വ, വ്യാഴം, ശനിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഓരോ ഇട ദിവസങ്ങളല്ലേ. ചൊവ്വ കഴിഞ്ഞിട്ട് പിന്നെ ബുധനില്ല, വ്യാഴം കണ്ട് വെള്ളിയില്ല, ശനി. അങ്ങനെ ഓരോ ഇട ദിവസങ്ങളിൽ നമ്മുടെ ബുഷ് ഭൂമിയിൽ നിന്നും ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ എവിടെ പോകും? യുനെസ്കോയിൽ പോകും. ഇപ്പൊ യുവും നെപ്റ്റ്യൂൺ. അപ്പോ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് പറയാം. ബുഷു, ഇവിടെ ഇത് നോക്കിയിട്ട് പറയാം കേട്ടോ. ബുഷു ഭൂമിയിൽ നിന്ന് എല്ലാ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ യുനെസ്കോ പോകും. ഓക്കെ, ഇങ്ങനെയാണ്. ബുഷു ഭൂമിയിൽ നിന്ന് എല്ലാ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ യുനെസ്കോയിൽ പോകും. ബുഷുവിന്റെ ബുധൻ അല്ലെ, ഭൂമിയല്ല, ആണ് കേട്ടോ, ബുധന്റെ അബു. ശുക്രൻ ഭൂമിയിൽ നിന്ന് ചൊവ്വ, വ്യാഴം, ശനി നമുക്കറിയാലോ യുനെസ്കോയിൽ പോകും. ഏതാണ്? യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ അല്ലേ? മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കുള്ളൻ ഗ്രഹങ്ങൾ. എന്താണ് കുള്ളൻ ഗ്രഹങ്ങൾ? ഓക്കെ, നമുക്കിവിടെ നോക്കേണ്ടതുണ്ട്. സൂര്യനെ ചുറ്റുന്നതും താരതമ്യേന വലിപ്പം കുറഞ്ഞതുമായ ഒരു കൂട്ടം ഗ്രഹങ്ങളാണ് ഇതെന്ന് പറയുന്നത് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്, ഡ്വാർഫ് പ്ലാനറ്റ്. സൂര്യനെ ചുറ്റുന്നതും താരതമ്യേന വലിപ്പം കുറഞ്ഞതുമായ ഒരു കൂട്ടം ഗ്രഹങ്ങളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. പ്ലൂട്ടോ, ഷാരോൺ, സെറസ്, ഇറിസ്, ഹൗമിയ, മേക്ക് എന്നിവയാണ് നിലവിലെ കുള്ളൻ ഗ്രഹങ്ങൾ. അപ്പൊ ഇതിലൊക്കെ ചിലപ്പോൾ മാറ്റം വന്നിട്ടുണ്ടാവും. ഇത് കുറെ മുന്നേ ഉള്ള ഒരു ഇതിൽ നിന്നാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ പുതിയ കുള്ളൻ ഗ്രഹങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പ്ലൂട്ടോ, ഷാരോൺ, സെറസ്, ഇറിസ്, ഹൗമിയ, മേക്ക് എന്നിവയാണ് നിലവിലെ കുള്ളൻ ഗ്രഹങ്ങൾ. നിക്സ്, ഹൈഡ്ര എന്നിവ പ്ലൂട്ടോ എന്ന കുള്ളൻ ഗ്രഹത്തെയാണ് ചുറ്റുന്നത്. ഓക്കെ, അപ്പൊ നിക്സ്, ഹൈഡ്ര എന്നിവ പ്ലൂട്ടോ എന്ന കുള്ളൻ ഗ്രഹത്തെയാണ് ചുറ്റുന്നത്. പിന്നെ 2006 ഇന്റർനാഷണൽ ആസ്ട്രോണമിക് യൂണിയൻ പ്ലൂട്ടോയെ ഗ്രഹപട്ടികയിൽ നിന്നും പുറത്താക്കിയ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ചത്. ഓക്കെ, 2006 കേട്ടോ. ഇനി ചന്ദ്രശേഖരൻ പരിധി, ഒരു നക്ഷത്രം വെള്ളക്കുള്ളനായി മാറാനുള്ള ഉയർന്ന ദ്രവ്യമാന പരിധിയാണ് ഇത്. ചന്ദ്രശേഖരൻ പരിധി, ഒരു നക്ഷത്രം വെള്ളക്കുള്ളനായി മാറാനായി ഉയർന്ന ദ്രവ്യമാന പരിധി. സൂര്യന്റെ പിണ്ഡത്തിന്റെ 1.44 മടങ്ങ് പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ സ്വയം കത്തിയെറിഞ്ഞ് വെള്ളക്കുള്ളന്മാരായി മാറും എന്നാണ് ഈ പരിധി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏറ്റവും വലിയ ക്ഷുദ്രഗ്രഹമായ സെറസ് ആണ് കുള്ളൻ ഗ്രഹങ്ങളിൽ സൂര്യൻ ഏറ്റവും അടുത്തുള്ളത്. ഇറിസ് ആണ് കുള്ളൻ ഗ്രഹങ്ങളിൽ ഏറ്റവും വലുത്. ഇറിസിനെ ചുറ്റുന്ന ഗോളമാണ് ഇത്, ഡിസ്നോമിയ. ഇതൊക്കെ പഠിച്ചു നോക്കുക. ഏറ്റവും വലിയ ക്ഷുദ്രഗ്രഹമായ സെറസ് ആണ് കുള്ളൻ ഗ്രഹങ്ങളിൽ സൂര്യൻ ഏറ്റവും അടുത്തത്. ഇറിസ് ആണ് കുള്ളൻ ഗ്രഹങ്ങളിൽ ഏറ്റവും വലുത്. ഇറിസിനെ ചുറ്റുന്ന ഗോളമാണ് ഇത്, ഡിസ്നോമിയ. ഇനി ക്ഷുദ്രഗ്രഹങ്ങൾ, ഇവിടുന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയ്ക്ക് നിറഞ്ഞിരിക്കുന്ന ചെറുഗ്രഹങ്ങൾ പോലെ പാറക്കഷ്ണങ്ങളാണ് ഇത് എന്ന് പറയുന്നത് ക്ഷുദ്രഗ്രഹങ്ങൾ, ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുക, 2016 ചോദ്യം, സൗരയൂഥത്തിൽ ഉൽക്കാമണ്ഡലം കാണപ്പെടുന്ന ഏത് ഗ്രഹ പാന്താവുകൾക്കിടയിലാണ്? ഏതാണ്? ഈസിയായിട്ട് ഉത്തരം ചെയ്യാം. ഓപ്ഷൻ സി ആണ്, ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് ക്ഷുദ്രഗ്രഹങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ. അതാണ് നമ്മൾ പറയുന്നത്, ഈ ക്ഷുദ്രഗ്രഹങ്ങൾ, ആസ്ട്രോയിഡ് ബെൽറ്റ്. നോക്കിക്കോളുക, ഇവ കാണപ്പെടുന്ന പ്രദേശത്തെയാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഈ ആസ്ട്രോയിഡ് ബെൽറ്റിലാണ് എന്തുള്ളത്? ക്ഷുദ്രഗ്രഹങ്ങൾ കാണുന്നത്. നിങ്ങൾ നോക്കുക, ഈ ചിത്രത്തിൽ ഇവിടെ കണ്ടോ, അതാണ് ആസ്ട്രോയിഡ് ബെൽറ്റ്. ഇപ്പൊ നമ്മുടെ മെർക്കുറി, വീനസ്, എർത്ത്, മാസ് ഏതാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ അല്ലെ. ഈ ഗ്രഹങ്ങൾ ഈ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണല്ലോ ആസ്ട്രോയിഡ് ബെൽറ്റ്. ഈ ആസ്ട്രോയിഡ് ബെൽറ്റിൽ കാണുന്നതാണ് എന്ത്? നമ്മുടെ ക്ഷുദ്രഗ്രഹങ്ങൾ ഇവിടെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഈ ക്ഷുദ്രഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സിറസ് എന്ന് പറഞ്ഞൊരു ക്ഷുദ്രഗ്രഹം കാണാൻ പറ്റും. അത് ഈ ആസ്ട്രോയിഡ് ബെൽറ്റിലെ ഏറ്റവും വലിയ ഒരു ക്ഷുദ്രഗ്രഹമാണ് ഇത്, സിറസ് എന്ന് പറയുന്നത്, സിറസ്. ഓക്കെ, ഇത് നമുക്ക് ആകാശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി എന്നാൽ തകർന്നു പോയൊരു ഗ്രഹത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ട് ഇവയെ ചിഹ്നഗ്രഹങ്ങൾ എന്നും വിളിക്കുന്നുണ്ട്. സിറസ് ആണ് ഏറ്റവും വലിയ ക്ഷുദ്രഗ്രഹം. അപ്പോൾ അവിടെ ചിത്രത്തിൽ കാണാം, ഉണ്ടോ? ഈ ചിത്രത്തിൽ ഇവിടെ സിറസ് ആണ് ഏറ്റവും വലിയ ക്ഷുദ്രഗ്രഹം. ഓക്കെ, പിന്നെ CV രാമൻ, ചന്ദ്ര, ഹനുമാൻ, ഗരുഡ, അരുണ എന്നീ പേരുകളിലും ക്ഷുദ്രഗ്രഹങ്ങളുണ്ട്.
ഇങ്ങനെയൊക്കെയാണ് CV രാമൻ, ചന്ദ്ര, ഹനുമാൻ, ഗരുഡ, അരുണ, വേരുകളും ക്ഷുദ്രഗ്രഹങ്ങളുണ്ട്. മാത്രമല്ല ഇന്ത്യയിലെ പുതിയ തലമുറയിലെ അക്ഷ സിംഗ്, അനുപമ കോത്ത, നീരജ് രാമനാഥൻ, പത്മനാഭൻ, ഹരീഷ് ചന്ദ്ര എന്നിവരുടെ പേരിലും ക്ഷുദ്രഗ്രഹങ്ങൾ നാമകരണം ചെയ്തിട്ടുണ്ട്. മലയാളിയായ പരിസ്ഥിതി പ്രവർത്തകൻ സൈനുദ്ദീൻ പട്ടാഴിയുടെ പേരിൽ ഒരു ക്ഷുദ്രഗ്രഹം നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പേര് 5178 പട്ടാഴി എന്നാണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചു നോക്കുകയാണ്. ഇത് പഠിച്ചു നോക്കണം. മലയാളിയായ പരിസ്ഥിതി പ്രവർത്തകൻ സൈനുദ്ദീൻ പട്ടാഴിയുടെ പേരിൽ ഒരു ക്ഷുദ്രഗ്രഹം നാമകരണം ചെയ്യപ്പെടുന്നത്. ഇതിന്റെ പേരാണ് 5178 പട്ടാഴി എന്നാണ് ആ ക്ഷുദ്രഗ്രഹം അറിയപ്പെടുന്നത്. പട്ടാഴി. നക്ഷത്ര രാശി കോൺസ്റ്റലേഷൻസ്. ഭൂമിയിൽ നിന്നും നക്ഷത്രങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് അവയുടെ വിന്യാസത്തിൽ ഏതെങ്കിലും പ്രത്യേക മൃഗത്തിന്റെയോ വസ്തുവിന്റെയോ ആകൃതിയായിട്ട് തോന്നാം, അല്ലെ? പ്രത്യേക മൃഗത്തിന്റെയോ വസ്തുവിന്റെയോ ആകൃതിയിൽ കാണപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് ഇത് കോൺസ്റ്റലേഷൻ. ഉദാഹരണം സപ്തർഷികൾ, ചിങ്ങം, കന്നി, തുലാം. ഓക്കെ, ആകൃതിയുടെ ഈ പ്രത്യേകത നോക്കി പേര് നൽകിയിരിക്കുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് നക്ഷത്ര രാശികൾ എന്ന് പറയുന്നത്. 88 നക്ഷത്ര രാശികൾ ഇങ്ങനെ പേര് നൽകിയിട്ടുണ്ട്. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ജന്മരാശികൾ കണ്ടെത്തുന്നത് ജനന സമയത്ത് പ്രപഞ്ചഗോളങ്ങൾ ഈ രാശികൾക്കിടയിൽ എങ്ങനെ വിന്യസിച്ചിരിക്കുന്നു എന്ന് ഗണിച്ചിട്ടാണ് ഇതിന്റെ ജ്യോതിഷവുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ കിടക്കുന്നത്. ഏറ്റവും വലിയ നക്ഷത്ര രാശിയാണ് ഇത് ഹൈഡ്ര, സീ സർപ്പന്റ് ആണ്. ഉണ്ടാവും. ഏറ്റവും വലിയ നക്ഷത്ര രാശിയാണ് ഇത് ഹൈഡ്ര, സീ സർപ്പന്റ് ആണ്. ഏറ്റവും ചെറിയ നക്ഷത്ര രാശി ഏതാണ്? ക്രക്സ്, സദേൺ ക്രോസ് ആണ് ഏറ്റവും ചെറിയ നക്ഷത്ര രാശി. കണ്ടോ, സദേൺ ക്രോസ് ഉണ്ടോ, ഇവിടെ നിങ്ങൾ ക്രോസ് പോലെ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് സീ സർപ്പന്റ്. ഓക്കെ, ചിഹ്നഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും. ചിഹ്നഗ്രഹം എന്ന പദം ഉപയോഗിച്ചത് വില്യം ഹെർഷലാണ്. ചിഹ്നഗ്രഹം എന്ന പദം ആദ്യം ഉപയോഗിച്ചാരാണ്? വില്യം ഹെർഷലാണ്. ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായി സൂര്യനെ വലം വെക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ഇത് ചിഹ്നഗ്രഹങ്ങൾ. നേരത്തെ നമ്മുടെ ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ക്ഷുദ്രഗ്രഹങ്ങൾ ചൊവ്വയുടെയും വ്യാഴത്തിനും ഇടയിലായി സൂര്യനെ വലം വെക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ചിഹ്നഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ. ഓക്കെ, ആ ചിത്രത്തിൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഉണ്ടാവും ക്ഷുദ്രഗ്രഹങ്ങൾ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായിട്ട്. ഓക്കെ, പ്രസിദ്ധമായ ചിഹ്നഗ്രഹ ബെൽറ്റ് ഏത് ഗ്രഹങ്ങൾക്കിടയിലാണ്? വ്യാഴം, ചൊവ്വ. നമ്മൾ നേരത്തെ നോക്കി. പ്രസിദ്ധമായ ചിഹ്നഗ്രഹ ബെൽറ്റ് വ്യാഴം, ചൊവ്വയ്ക്കിടയിലാണ്. വാൽനക്ഷത്രങ്ങളുടെ ഉത്ഭവ കേന്ദ്രമായ കരുതപ്പെടുന്ന സൗരയൂഥത്തിലെ മേഖലയാണ് ഇത് ഊർദ്ധ മേഘങ്ങൾ എന്നറിയപ്പെടുന്നത്. വാൽനക്ഷത്രങ്ങളുടെ ഉത്ഭവ കേന്ദ്രമായി കരുതപ്പെടുന്ന സൗരയൂഥത്തിലെ മേഖലയാണ് ഊർദ്ധ മേഖലകൾ. ചിഹ്ന നക്ഷത്രങ്ങളും ചിഹ്നഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും. വാൽനക്ഷത്രങ്ങളുടെ വാല് ദൃശ്യമാകുന്ന പ്രതിഭാസമാണ് ടിൽഡൽ പ്രഭാവം. വാൽനക്ഷത്രങ്ങളുടെ വാല് ദൃശ്യമാകുന്ന പ്രതിഭാസമാണ് ടിൽഡൽ പ്രഭാവം. സൂര്യന് വിപരീത ദിശയിലാണ് വാൽനക്ഷത്രങ്ങളുടെ വാല് പ്രത്യക്ഷപ്പെടുക. സൂര്യന് വിപരീത ദിശയിൽ കേട്ടോ. ഇപ്പൊ സൂര്യൻ ഈ ഒരു ഭാഗത്താണെങ്കിൽ ഇതിന്റെ വാല് ഈ ഭാഗത്തായിരിക്കും. ഓക്കെ, സൂര്യന് വിപരീത ദിശയിലായിരിക്കും ഇതിന്റെ വാല് പ്രത്യക്ഷപ്പെടുക. 76 വർഷത്തിലൊരിക്കൽ സൂര്യന്റെ സമീപത്തെത്തുന്ന വാൽനക്ഷത്രം ഹാലിയുടെ വാൽനക്ഷത്രമാണ്. അത് ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒടുവിൽ ഹാലിയുടെ വാൽനക്ഷത്രം എന്നാണ് സമീപത്തെത്തിയത് 1986 ഇനി ഒരു 76 വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അടുത്തത് വരിക. ഓക്കെ, അപ്പൊ നമുക്കത് കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല, അല്ലെ? ഒടുവിലായ ഹാലിയുടെ വാൽനക്ഷത്രം വന്നത് എന്നാണ് സമീപത്ത് 1986. അപ്പോൾ ഹാലിയുടെ ധൂമകേതു ഇനി പ്രത്യക്ഷപ്പെടുന്നത് 2062. അപ്പൊ 2062 നമ്മൾ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹാലിയുടെ ഈ ധൂമകേതു നമുക്ക് ഇനി കാണാൻ പറ്റും. ഓക്കെ, ഇതിനു മുന്നേ 1986 അല്ലെ? അപ്പോ അടുത്തത് 2013 ഒടുവിലെത്തിയ വാൽനക്ഷത്രമാണ് ഇത് ഐസൺ. 2013 ഒടുവിലായി എത്തിയ വാൽനക്ഷത്രമാണ് ഇത് നമ്മുടെ ഐസൺ. ഒരു വാൽനക്ഷത്രമായിരുന്നു 2013 എത്തിയത്. ഓക്കെ, ഹാലിയുടെ ധൂമകേതു ഇനി വരുന്നത് 2062 കൊള്ളിമീനുകൾ, ഉൽക്കാശിലകൾ, മെറ്റീറോയിഡ്സ്. ലക്ഷക്കണക്കിന് ഉൽക്കകൾ അന്തരീക്ഷത്തിൽ വെച്ച് ഒരുമിച്ച് കത്തുമ്പോൾ ഉണ്ടാകുന്ന ആകാശ വിസ്മയമാണ് ഇത് കൊള്ളിമീനുകൾ എന്നറിയപ്പെടുന്നത്. ലക്ഷക്കണക്കിന് ഉൽക്കാശിലകൾ അന്തരീക്ഷത്തിൽ വെച്ച് ഒരുമിച്ച് കത്തുമ്പോൾ ഉണ്ടാകുന്ന ആകാശ വിസ്മയമാണ് കൊള്ളിമീനുകൾ. കൊള്ളിയാൻ പതിക്കുന്ന താരങ്ങൾ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ഉൽക്കകളാണ്. തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ അതിവേഗം ആകാശത്തോട് മിന്നി പറയുന്ന പ്രകാശം കണ്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഞാനൊക്കെ ഇത് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ആളുകൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. പറഞ്ഞ പോലെ രാത്രി ആകാശത്തേക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10-15 മിനിറ്റ് ഒക്കെ ആകാശത്തേക്ക് മാത്രം ഇങ്ങനെ നോക്കി കിടന്നാൽ നല്ല ഒരുപാട് നക്ഷത്രങ്ങളുടെ സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. കൊള്ളിയാൻ വളരെ പെട്ടെന്ന് തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ അതിവേഗം ആകാശത്ത് മിന്നി പറയുന്ന പ്രകാശം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ദിവസം ഇങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് കിടക്കുന്ന സമയത്ത് ഞാനിത് കണ്ടു. അപ്പൊ ഞാനിത് വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പൊ ഇവരിത് നോക്കുമ്പോഴേക്കും ഇത് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്രയും വലുതായിട്ട് എന്ത് ചെയ്യാണ്? ഒരു കൊള്ളിമീൻ ഇങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകും. അപ്പൊ ഇത് ചിലപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന ആൾപ്പോൾ ഞാൻ ചിലപ്പോൾ വേറെ ശ്രദ്ധയിലായിരിക്കുമ്പോൾ അവൻ ചിലപ്പോൾ അടുത്തത് കാണും. അത് പറഞ്ഞു ഇതൊക്കെ എപ്പോഴും ഉള്ള സംഭവമാണ്, അല്ല? ഇത് വളരെ റെയർ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. നല്ല തെളിഞ്ഞ ആകാശത്ത്
പോയിട്ട് ഈ ആകാശമുള്ള സമയത്ത് ഒരുപാട് നക്ഷത്രമുള്ള സമയത്തൊക്കെ ഈ കാഴ്ചകളൊക്കെ നമുക്ക് എന്നും കാണാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ മറ്റൊരാൾക്ക് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇവ അണഞ്ഞു പോകാറുണ്ട്. ഇവയാണ് ഉൽക്കകൾ. ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ബഹിരാകാശത്ത് നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പമുള്ള പാറക്കഷ്ണങ്ങളാണ് ഇത് ഉൽക്കകൾ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ വായുമായിട്ട് ഉരഞ്ഞ് ഇവ കത്തും. അതാണ് നമ്മൾ ആകാശത്ത് കാണുന്ന ആ മിന്നി മറയുന്ന പ്രകാശം. അപ്പോൾ ഇതെന്ത് ചെയ്യാണ്, അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോഴേക്കും ഈ ഉൽക്കകൾ വായുമായിട്ട് കൂടിച്ചേരുമ്പോൾ അത് കത്തി ആകാശത്തിന് എന്ത് ചെയ്യും, അത് പൊടിപടലങ്ങളായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പോ കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഇത് ഉൽക്കാശിലകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഉൽക്കാശിലകളെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ആഫ്രിക്കയിൽ നമീബിയയിൽ പതിച്ച ഉൽക്കാശില അതിനൊരു ഉദാഹരണമാണ്. ഏതാണ്? നിങ്ങൾക്ക് അതാ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. നമീബിയയിൽ പതിച്ച ഏറ്റവും ഭാരം കൂടിയ ഉൽക്കാശിലയാണ് ഇത് ഹോബ വെസ്റ്റ. 1920 നടന്നത്. നമീബിയയിൽ പതിച്ച ഏറ്റവും ഭാരം കൂടിയ ഉൽക്കാശില ഹോബ വെസ്റ്റ. റഷ്യയിലെ ചിങ്കെ നദിക്കരയിൽ പതിച്ച ഉൽക്കാശിലയാണത് ചെല്യാബിൻസ്കെ ഉൽക്ക. അത് ഫെബ്രുവരി 15, 2013 കണ്ടെത്തിയത്. റഷ്യയിലെ ചിങ്കെ നദിക്കരയിൽ പതിച്ച ഉൽക്കാശില ചെല്യാബിൻസ്കെ ഉൽക്ക. ഓക്കെ, അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1999 ഭൂമിയിൽ കാണപ്പെട്ട ഉൽക്കാമഴയാണ് ഇത് ലിയോണിഡ് ഷവർ. ഓക്കെ, 1999. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ സോളാർ സിസ്റ്റം ആൻഡ് പ്ലാനറ്റ് എന്ന ടോപ്പിക്കിലെ ഫസ്റ്റ് ക്ലാസ്സിന്റെ ഭാഗമായിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഇനി ഒരു 2-3 ക്ലാസ്സുകൾ അല്ലെങ്കിൽ 2 ക്ലാസ് കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള ഇതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കോഴ്സിൽ നമ്മളത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. ആ മോഡൽ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ PPT നോട്ടൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ കോഴ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ HSA സോഷ്യൽ സയൻസിന്റെ ഒരു സെപ്പറേറ്റ് പ്രൈവറ്റ് ടെലഗ്രാം ഗ്രൂപ്പിൽ ഓരോ ടോപ്പിക് അനുസരിച്ചുകൊണ്ട് അതിന്റെ ഗ്രൂപ്പിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അതിൽ ടോപ്പിക് അനുസരിച്ചുള്ള ഒരുപാട് ഫോൾഡറുകൾ അതിലുണ്ടാവും. അതിൽ നിന്ന് ക്ലാസ്സുകൾ ഇപ്പോൾ റിനൻസസ് ഗ്രൂപ്പിൽ നിന്ന് റിനൻസസ് മാത്രമായിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടോപ്പിക് ലിസ്റ്റ് വരും. ആ ടോപ്പിക്കിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ, PPT നോട്ടുകൾ, അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പിന്നെ പ്രിന്റ് എടുക്കാനുള്ള ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് പ്രിന്റ് എടുക്കാനുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. 81 29 529 102. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.